ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2, അതിനകത്തെ പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി വീഡിയോസ് ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ പാർട്ട് 4 ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 4 തന്നെ 500 വ്യൂസ് എബവ് ആയി. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആ വീഡിയോസിന് കിട്ടുന്നുണ്ടായിരുന്നു, 16 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും വ്യൂസ് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന കെമിസ്ട്രി വീഡിയോസ് കൂടുതൽ ചെയ്യണമെന്നാണ്. അപ്പൊ സാറ് കെമിസ്ട്രി വീഡിയോസ് കിടക്കുകയാണ്. അപ്പൊ പാർട്ട് 3 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒന്ന് തെർമൽ ക്രാക്കിങ്ങും പിന്നെ കമ്പഷനും. പിന്നെ നമ്മൾ ഈ ലെറ്റസസിലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള റിയാക്ഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോ തെർമൽ ക്രാക്കിംഗ്, ഇതാണ് നമ്മുടെ ടോപ്പിക്. എന്താണ് നമ്മുടെ ടോപ്പിക്? തെർമൽ ക്രാക്കിംഗ്. സോ പല കുട്ടികൾക്കും ഈ തെർമൽ ക്രാക്കിംഗ് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല സ്കൂളിലൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പൊ പലപ്പോഴും നമ്മൾ കൂടുതലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നതാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് തെർമൽ ക്രാക്കിംഗ്? അതിന്റെ ഉള്ളിൽ കുറെ എന്താണ് പ്രവർത്തനങ്ങൾ നടപ്പുണ്ട്. അതിന്റെ ഉള്ളിൽ കുറെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ പേരിൽ തന്നെ തുടങ്ങാം. ക്രാക്കിംഗ്. ക്രാക്ക് എന്താണ്? ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ പൊടിക്കുക, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ക്രാക്ക്, ഒരു ക്രാക്ക് വീണിട്ടുണ്ടാവുക എന്ന് പറയും അല്ലെ. ഒരു പോറല് വീണിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രേക്കായി എന്നൊക്കെ നമ്മൾ പറയും. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നമ്മളുടെ ചില റിലേഷൻഷിപ്പില് നമ്മളിപ്പോ ഒരാളായിട്ട് സ്നേഹത്തിലാണെങ്കിലോ ലവ് മൊഹബത്തൊക്കെ ആണെങ്കിലോ നമ്മൾ എന്താ പറയാ, അയാൾ വിട്ടുപോയാൽ എന്താ പറയാ, നമ്മള് ക്രാക്കായി എന്നല്ല പറയാ, ബ്രേക്കായി എന്ന് പറയും അല്ലെ. അപ്പൊ ബ്രേക്ക് ആവാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ വേണം അല്ലെ. നമ്മളതിന് എന്താ പറയുന്ന വളരെ ഹോട്ട് റീസൺ, അതായത് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാണ്ട് ഒരു റിലേഷനും എന്ത് ചെയ്യില്ല, ബ്രേക്ക് ആവില്ല. പ്രധാനമായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ പറ്റിക്കുക, നുണ പറയുക, അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിക്കുക, ചതിക്കുക എന്നൊക്കെ നമ്മൾ പറയല്ല. ചതിച്ചു, അവൻ എന്നെ ചതിച്ചു, തേച്ചു എന്നൊക്കെ പറയും. അപ്പൊ എന്തെങ്കിലും റീസൺ ഇല്ലാണ്ട് അത് ബ്രേക്ക് ആവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോ കാർബണുകൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാർബണുള്ള ഹൈഡ്രോ കാർബൺ, ഈഥെയിൻ, 2 കാർബണുള്ളത് എന്താണ് ഈഥെയിൻ, 3 കാർബണുള്ളത് പ്രൊപ്പെയിൻ, ഇതെല്ലാം എന്ത് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാരണം എന്ന് പറയുന്നത് തെർമലാണ്. തെർമലാണ് റീസൺ തന്നെ നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. തെർമൽ എന്ന വാക്കിന്റെ അർത്ഥം ഹീറ്റ് എന്നാണ്. അപ്പൊ ഹീറ്റ് ഉണ്ടാവുമ്പോ, മനസ്സിലായോ? ഹീറ്റ് ഉണ്ടാവുമ്പോ ഇപ്പൊ നമ്മൾ ഒരാളെ ചതിച്ചാൽ നമുക്ക് ദേഷ്യം ഉണ്ടാവും, ഹീറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ ഒരു ഹൈഡ്രോ കാർബണിൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മളുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്. തെർമൽ ക്രാക്കിംഗ് സംഭവിക്കും. അപ്പൊ ഹീറ്റ് കൊടുത്ത എപ്പോഴും തെർമൽ ക്രാക്കിംഗ് ആണ് സാർ സംഭവിക്കുന്നത്? അല്ല. ഹീറ്റ് കൊടുക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഹീറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ തെർമൽ ക്രാക്കിംഗ് ബ്രേക്ക് ആവുന്നു. ഓക്കെ, ഈ ബ്രേക്ക് ആവുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എന്താണ് എയർ. മനസ്സിലായോ? ഇപ്പോ നമ്മളിപ്പോ ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. അത് ബ്രേക്ക് ആവണത് എന്തിന്റെ ആബ്സെൻസിലായിരിക്കും? നമ്മുടെ പാരന്റ്സിന്റെ ആവശ്യമില്ല. എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ കോടതി, ഇവരൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഇഷ്ടത്തില് നമുക്ക് വേണ്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തു, തേച്ചു. അടുത്തുള്ള ഇഷ്ടത്തില് വേണ്ടെന്ന് വെച്ചു, ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ നമുക്ക് വേറൊരാളുടെ ആവശ്യമില്ല, നമ്മൾ സ്വയം തീരുമാനിച്ചു ബ്രേക്ക്. എന്നാൽ അറേഞ്ച്ഡ് മാരേജ് അങ്ങനെയാണോ? നിങ്ങളൊരാളെ അറിഞ്ഞ് വിവാഹം ചെയ്തു, നിങ്ങളല്ല വലുതായിട്ട് വിവാഹം ചെയ്തു, 2 ദിവസം ഞാൻ ആളെ പോലെ ഇല്ല, ബ്രേക്ക്. അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രസൻസ് വേണം. ആരുടെ പ്രസൻസ്? കോടതി വേണം, അപ്പനമ്മയും വേണം, എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്ത് ഡൈവോഴ്സ് ഒക്കെ അയച്ചിട്ടായിരിക്കും ബ്രേക്കപ്പ് ആവുന്നത്. ശരിയല്ലേ? ചുമ്മാ കഥ ഒഴുക്കിയത് ബ്രേക്കപ്പ് ആവാമല്ല. അപ്പൊ അവിടെ ആരുടെയെങ്കിലും എന്ത് വേണം? പ്രസൻസ് വേണം. അങ്ങനെ നിങ്ങൾ ഹീറ്റ് കൊടുത്തു, പക്ഷെ അവിടെ എയർ ഉണ്ട്, പ്രസൻസ് ഓഫ് എയർ ഉണ്ട്, എയർ അവിടെ ഉണ്ട്, പ്രസൻസ് ഓഫ് എയർ. ശ്രദ്ധിക്കണം, ഇവിടെ എയർ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെർമൽ ക്രാക്കിംഗ്. ഇവിടെ എയർ ഉണ്ട്, എയറിന്റെ സാന്നിധ്യത്തിൽ, അതായത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ, ഓക്സിജനെ മധ്യസ്ഥാനത്ത് വെച്ച്, ഓക്സിജൻ നമ്മുടെ കോടതി, ഓക്സിജൻ പറയാം എന്നാ ശരി ബ്രേക്ക് ആയിരിക്കും.
അങ്ങനെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പഷൻ. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് മക്കളെ നമുക്ക് ഇത് പഠിക്കാനുള്ളത്. ഒന്ന് തെർമൽ ക്രാക്കിംഗ്. അപ്പൊ ഇത് രണ്ട് പഠിക്കുമ്പോൾ ബേസിക് ഡിഫറൻസ് എന്താ? തെർമൽ ക്രാക്കിങ്ങില് എയർ വേണ്ട, ഓക്സിജൻ വേണ്ട, ആരും വേണ്ട, ഞാൻ സ്വയം തീരുമാനമെടുക്കും. റിലേറ്റഡ് ടു നമ്മുടെ ലവ് റിലേഷൻഷിപ്പിലൊക്കെ അങ്ങനെയാണ്. എന്നാ കമ്പഷൻ റിയാക്ഷൻ അങ്ങനെയല്ല, നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. എന്തുകൂടി വേണം? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വേണം ഹീറ്റ് ആക്കാൻ. ഇപ്പൊ രണ്ട് സ്ഥലത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്? ഹീറ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക. രണ്ട് സ്ഥലത്തും എന്തുണ്ട്? ഹീറ്റ് ഉണ്ട്. രണ്ട് സ്ഥലത്തും കോമൺ അല്ലാത്ത എന്താണ്? ഒരു സ്ഥലത്ത് ഓക്സിജൻ ഇല്ല, വേറെ സ്ഥലത്ത് ഓക്സിജൻ ഉണ്ട്. ഇത് ആദ്യം മനസ്സിലാക്കിയ ഈ ചാപ്റ്ററിൽ ഒരിക്കലും തെറ്റില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ട് തിരിയോ, മാർക്കും പോകും. തിരിയാൻ പാടില്ലാത്ത ഒറ്റ കാര്യം നമ്മൾ ആദ്യം പഠിക്കുന്നതില് നമ്മൾ ആദ്യം ലവ് റിലേഷൻഷിപ്പ് ആലോചിക്കുക. അതിനകത്ത് കോടതിയില്ല, ആരും നമ്മളാണ് സ്വയം തീരുമാനം എടുക്കുന്നത്. അപ്പൊ കോടതിനെ ഓക്സിജനായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ ഓക്സിജൻ ഇല്ല. അതാണ് തെർമൽ ക്രാക്കിംഗ്. ചൂടാവുന്നു, ബ്രേക്ക് ആവുന്നു, ചൂടാവുന്നു, ബ്രേക്ക് ആവുന്നു, ചറപറ ബ്രേക്കിംഗ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇത് അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ കമ്പഷൻ അറേഞ്ച്ഡ് മാരേജിൽ ചുമ്മാ ചൂടായിട്ട് എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ബ്രേക്കപ്പ് ആവണമെങ്കിൽ ആരുടെ പ്രസൻസ് കൂടി വേണം? ഓക്സിജന്റെ പ്രസൻസ് വേണം, കോടതിയുടെ പ്രസൻസ് വേണം. അങ്ങനെയാണ് ഞാൻ എന്ത് വിളിക്കും? കമ്പഷൻ വിളിക്കും. സോ ദിസ് ഇസ് ബേസിക് ഐഡിയ. നമ്മളത് മറന്നു പോകാതിരിക്കാനാണ് എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് തെർമൽ ക്രാക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. അപ്പൊ മക്കളെ, തെർമൽ ക്രാക്കിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ക്രാക്കിംഗ് ആണ്, ബ്രേക്ക് ആവണം. രണ്ട്, തെർമൽ ആണ്, ഹീറ്റ് വേണം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, സാർ ഇവിടെ 3 കാർബൺ ഉള്ള ഒരു സംഭവം എഴുതിയാണ്. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ. എന്താ? 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പർ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പ്രൊപ്പൈൻ. ഈ പ്രൊപ്പൈനെ നമുക്കൊന്ന് ചൂടാക്കാം. അപ്പൊ ഹീറ്റ് കണ്ടോ? പ്രൊപ്പൈനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുക. ഹീറ്റ് എന്ന് കാണിക്കാനാണ് സാറി സിമ്പിൾ, ഹീറ്റ്. അപ്പോ പ്രൊപ്പൈനെ എവിടെ വെച്ച് ബ്രേക്ക് ആവാം? ഇവിടെ വെച്ച് ബ്രേക്ക് ആവാം. കണ്ടോ? ബ്രേക്ക് ആവുമ്പോൾ ഇത് രണ്ടാവും. കണ്ടോ? രണ്ടാവും. അപ്പൊ ഒരെണ്ണം ഇത് പ്ലസ് ഒരെണ്ണം ഇത്. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കാതെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഞാനിങ്ങനെ ബ്രേക്ക് ആക്കിയിട്ട് 2 ആക്കി എഴുതും. ക്ലിയർ ആണല്ലോ? യെസ്. ബട്ട് ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഇവിടെ വേണം. നമ്മളിപ്പോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അവർ വ്യത്യാസം വരും. അവര് അവിടെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവർ ഒരുമിച്ചായിരുന്നു, നമ്മൾ ബ്രേക്കപ്പ് ചെയ്തു. ഇയാള് വേറെ, ഇയാള് വേറെ. അപ്പൊ ഒരുമിച്ചായിരുന്നപ്പോ ഇവരുടെ കയ്യിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 ഹൈഡ്രജൻ, കാരണം ഒരു ബോണ്ട് ഇങ്ങോട്ട്. ഇവിടെയോ? ഇവിടെ ഇപ്പുറത്ത് ഓരോ ബോണ്ട് ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻ. ഇവിടെ ഇങ്ങോട്ട് ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻ. ക്ലിയർ? അപ്പൊ മൊത്തം എത്ര ഹൈഡ്രജൻ നോക്കിയാൽ 3, 4, 5, 6, 7, 8. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ലെഫ്റ്റ് സൈഡിന്റെ ഇക്വേഷനിൽ എന്താണ്? 8 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ റിയാക്ഷൻ നടന്നിട്ട് റൈറ്റ് സൈഡിലും എത്ര ഹൈഡ്രജൻ വേണം? 8 ഹൈഡ്രജൻ വേണം. അത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക, സാറോട് 3 കാർബൺ എഴുതി, ഇവിടെ വെച്ച് ബ്രേക്ക് ആയി, ഇങ്ങനെ കത്രികയുടെ മുറിച്ചു. സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്ത എന്താ? ഇതിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഈ H3 ഇവിടെ വരും. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുക. ഇവിടെ CH2 CH3 ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അല്ലെ? CH3, ഇവിടെ എന്താണ്? CH2 CH3. ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക അല്ലേ? ആണോ? അതെ. പക്ഷെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നിൽക്കാൻ കഴിയില്ല. കാർബണിന് ചുറ്റും 4 ബോണ്ട് വേണ്ടേ? വേണം. അപ്പൊ ഇവിടെ CH3 ഉണ്ടാവില്ല, CH4. ഇതാണ് മീഥേൻ. അപ്പൊ ഇവിടെ 4 ഹൈഡ്രജൻ ആയില്ലേ? മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഓൾറെഡി. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജനേ ഉള്ളൂ. അത് നമ്മളിവിടെ നോക്കുമ്പോൾ 5 ഇല്ലേ? പറ്റൂല. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ ആണ്, ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ആണ് ഇങ്ങോട്ട് വന്ന് CH4 ആയത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്താക്കണം? CH2 ആക്കണം. മനസ്സിലായോ? അപ്പൊ ഈ ബോണ്ട് മാറി. കണ്ടോ? CH2 കാർബൺ ഡബിൾ ബോണ്ട് വന്നാലേ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്തുണ്ടാക്കി? ഡബിൾ ബോണ്ട് ഉണ്ടാക്കി. കണ്ടോ? അപ്പൊ ഇവിടെ എന്തായി? ഇതിന്റെ പേര് ഈഥീൻ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എഴുതേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ മക്കളെ. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇങ്ങനെ നോക്കാം. 1, 2, 3 ഹീറ്റ്, ബ്രേക്കപ്പ് ആയി 1, 2. ഓക്കെ, ഒരാള് സിംഗിൾ ബോണ്ട് ഉള്ളത് പ്ലസ് ഡബിൾ ബോണ്ട്. ദാറ്റ്സ് ഓൾ. ഇതിങ്ങനെ ബ്രേക്ക് ആയി. അപ്പൊ ഇതൊരാള്. ഓക്കെ, ഇവിടെ അപ്പൊ എന്ത് സംഭവിക്കണം? 2 ബോണ്ട് വരണം. കാരണം എന്താണെന്ന് നോക്കിയേ, ഇവിടെ ബ്രേക്ക് ആകുമ്പോൾ ഇവിടെ ഹൈഡ്രജന്റെ ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അപ്പൊ അത് CH4 ആയി. ബട്ട് ബാക്കിയുള്ളവർക്ക് അപ്പൊ എന്ത് സംഭവിക്കും?
അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം, എന്നാലേ CH2 എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇത് എന്ന് പറയുന്നത് മീഥേൻ, മീഥേൻ. ഇത് എന്ന് പറയുന്നത് ഈഥീൻ, ഈഥീൻ. കണ്ടോ? ക്ലിയർ ആണോ? ഈ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3, CH2, CH3, CH4, CH2 ഡബിൾ ബോണ്ട്, CH2. കിട്ടിയോ? സിമ്പിൾ. യെസ്. ഈ വേറെ ഒരെണ്ണം നോക്കാം. നമുക്ക് 4 ബോണ്ട് ഉള്ളത്. ഇതെന്താ സാധനം? ബ്യൂട്ടെയിൻ. ഇതെന്തായിരുന്നു? പ്രൊപ്പെയിൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ് മക്കളെ, ഒന്നുമില്ല. ബ്യൂട്ടെയിൻ. ഓക്കെ, ഹീറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. എയർ വേണ്ട, മനസ്സിലായോ? എയർ വേണ്ട നമുക്ക്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യാം? ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ട് എന്തൊക്കെ, ഒരു സി ഉണ്ടാവും, ബാക്കി 3 സികൾ അല്ലെ. അപ്പോ ഒരു സി ഇവിടെ എഴുതി സാറ്, ബാക്കി 3 സി ഇങ്ങനെ എഴുതി. ക്ലിയർ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാള് സിംഗിൾ ബോണ്ട് ഉള്ളത്, ഒരു കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് ഉള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഡബിൾ ബോണ്ട് ഇട്ടു, ഞാൻ ഇവിടെ ഡബിൾ ബോണ്ട്. കഴിഞ്ഞ അത്രയുള്ള മക്കളെ സിമ്പിൾ. ഒന്നുമില്ല, ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോ 2 കോമ്പൗണ്ട് ഉണ്ടായി. ഒരാൾ എന്തായിരിക്കും? ചെറുത് എപ്പോഴും എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ഉള്ളതായിരിക്കും. വലുത് എപ്പോഴും എന്തായിരിക്കും? ഡബിൾ ബോണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഈ സിയുടെ കൂടെ H ആഡ് ചെയ്യാം, CH3. ഇവിടെ ആണെങ്കിൽ 2 ബോണ്ട് ഉണ്ട്, അപ്പൊ CH2. ഇവിടെ 1 2 3 ബോണ്ട് ഉണ്ട്, അപ്പൊ CH. ഇവിടെ ഒരു ബോണ്ട് ഉള്ളൂ, CH. ഇതാണ് അതിന്റെ ഉത്തരം. അപ്പൊ അത് എന്താ കിട്ടിയത്? ഇവിടെ മീഥേൻ പ്ലസ് ഇവിടെ എന്താ കിട്ടിയത്? പ്രൊപ്പ്. ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് പ്രൊപ്പ് 1 കണ്ടാൽ പ്രൊപ്പീൻ എഴുതിയാൽ തെറ്റില്ല, 1-ലായതുകൊണ്ട് കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ചോദിച്ചാൽ കുട്ടികൾ സംശയം വരും, സാറ് ഇവിടെ വെച്ച് ബ്രേക്ക് ആയി ആക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? നോക്കാം നമുക്ക്. അവിടെ വെച്ച് ബ്രേക്ക് ആയാലേ. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് ബ്രേക്ക് ആക്കാൻ പോയിട്ട് സാർ വൺസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ എഴുതിക്കൊള്ളട്ടെ. ഹീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഒക്കെ എഴുതിക്കൊള്ളണം. ഇവിടെ വെച്ച് ബ്രേക്ക് ആയി. വളരെ സിമ്പിൾ അല്ലേ? ഇവിടെ 2 കാർബൺ, ഇവിടെ 2 കാർബൺ. ഓക്കെ, സോ CC പ്ലസ് CC. ക്ലിയർ? അപ്പൊ നമുക്കറിയാം ഒരു സ്ഥലത്ത് എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം. സോ ഡബിൾ ബോണ്ട് ഇട്ടു സാർ. ഈ ഹൈഡ്രജനെ ഫില്ല് ചെയ്തൂടെ? ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. ഇവിടെ ഒരു ബോണ്ട് ആയതുകൊണ്ട് CH3, ഇപ്പുറത്തും ഒരു ബോണ്ട് ആയതുകൊണ്ട് CH3. കണ്ടോ? ഇവിടെ വരുമ്പോ 2 ബോണ്ട് ഉണ്ട്, അപ്പൊ കാർബൺ ചുറ്റും 2 ഹൈഡ്രജൻ വേണം, CH2. ഇവിടെ 2 ഹൈഡ്രജൻ വേണം, CH2. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയുള്ള ഹൈഡ്രജൻ എണ്ണോ ഇപ്പുറത്തുള്ള ഹൈഡ്രജൻ എണ്ണോ സെയിം ആയിരുന്നോ എന്ന് നോക്കും. ഓക്കെ, ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കി? 3 3 6 7 8 9 10 ഹൈഡ്രജൻ. 10 ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേര് എത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AD. ഇതിന്റെ പേര് എത്ത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് EN. പേര് എഴുതുമ്പോൾ എപ്പോഴും 1EN എന്നൊക്കെ എഴുതാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം. 1ന്റെ കേസിൽ നോ പ്രോബ്ലം. ഈഥീൻ. ഇതിന്റെ പേരെന്താ? ബ്യൂട്ടീൻ, ബ്യൂട്ടീൻ. അപ്പൊ ഇവിടെ 10 ഹൈഡ്രജൻ ഉണ്ടെന്ന് പറഞ്ഞില്ല റൈറ്റ് സൈഡിൽ. ഇവിടെ 3 3 6 7 8 9 10. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 10 ഉണ്ടാവണം. നോക്കിക്കോ, CH3, CH2, CH2, CH3. നോക്കിക്കോളൂ കേട്ടാ. 3 4 5 6 7 8 9 10. ഇനി നമുക്കിതിനെ ഒരു കണ്ടൻസേഷൻ ഫോർമുല രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ബ്യൂട്ടേൻ എന്ന് പറയുന്നത് 4 കാർബൺ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഹൈഡ്രജൻ 10 എണ്ണം. അതെങ്ങനെ കിട്ടി? ഹൈഡ്രജൻ 10 എണ്ണം. ഈ 4ന്റെ ഇരട്ടി പ്ലസ് 2, അപ്പൊ 10 ഗീവ്സ്. അപ്പൊ നമുക്കറിയാലോ, 2 C2 പ്ലസ് കുറച്ച് ഹൈഡ്രജൻ വരും, C2 പ്ലസ് കുറച്ച് ഹൈഡ്രജൻ വരും. അപ്പൊ എങ്ങനെ വരും? ഈ കാർബണിനെ നമ്മൾ 2 ആക്കി. കണ്ടു, ഇവിടെ 2 ആക്കിയപ്പോൾ 2 കാർബൺ 2 കാർബൺ 2 കാർബൺ 2 കാർബൺ. ഹൈഡ്രജൻ എണ്ണ സാറ് എഴുതിയിട്ടില്ല, ഹൈഡ്രജൻ എണ്ണ എഴുതാൻ പോകുന്നു. നോക്കിക്കോളൂ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3 6 ഹൈഡ്രജൻ. കണ്ട, ഇതൊരു ആൽക്കീൻ ആണ്. അതായത് ഇവിടെ കാർബണിന്റെ എണ്ണം എത്രയുണ്ടോ അതിന്റെ ഇരട്ടി പ്ലസ് 2 ചെയ്താൽ ആൽക്കീൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും എഴുതാതെ ഇങ്ങനെ എഴുതാന്ന്. കണ്ടോ, 2 കാർബൺ അതിന്റെ ഇരട്ടി 4 പ്ലസ് 2 അപ്പൊ 6. ബാക്കി ഈ ആൽക്കീൻ എഴുതുമ്പോൾ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ എഴുതാം. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് ആ രൂപത്തിലൊന്ന് എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും, മനസ്സിലാവും പറയണ എന്താണ്. ഓക്കെ, ആദ്യം നമുക്ക് പ്രൊപ്പീൻ എടുക്കാം. പ്രൊപ്പീൻ C3. H എത്ര ഉണ്ടാവും എന്ന് പറയാമോ? ഈ 3ന്റെ ഇരട്ടിയോട് 2 കൂട്ടണം.
അതായത് ത്രീയുടെ ഇരട്ടി 6 ആണ്. അതിനോട് 2 കൂട്ടി കഴിഞ്ഞാൽ 6 + 2 8. അപ്പൊ സാധനത്തിന്റെ പേരെന്താണ്? പ്രൊപ്പെയിൻ. കണ്ടോ? ഇത് ഇങ്ങനെയും പഠിക്കണം നിങ്ങൾ. ഓക്കെ, അടുത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് 3 CH3 CH2 CH3. ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇതിനെങ്ങനെയെല്ലാം ബ്രേക്ക് ചെയ്യാം? 3 കാർബൺ എങ്ങനെയെല്ലാം ബ്രേക്ക് ചെയ്യാം? 1 കാർബണും 2 കാർബൺ. അപ്പൊ ഞാനിവിടെ എഴുതാം C1 + C2. അപ്പൊ 1 + 2 3. 3 കാർബൺ ആയില്ലേ? 3 കാർബൺ ആയില്ലേ? 1 ആണെങ്കിൽ എഴുതണ്ട. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ 2 കാർബൺ, ഇവിടെ 3. ബ്രേക്ക് ചെയ്യണേ, കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ബ്രേക്ക് ചെയ്ത് കണ്ടോ? ഇവിടെ എന്താവും? C പ്ലസ് ഇവിടെ കണ്ടോ? C ഡബിൾ ബോണ്ട് C. അത് തന്നെ ഇവിടെ നോക്കുക. ഇവിടെ 1 കാർബൺ കണ്ടോ? 1 കാർബൺ ബ്രേക്ക് ചെയ്ത് ബാക്കി 2 കാർബൺ ആണ്. അപ്പൊ ഹൈഡ്രജൻ 2 എഴുതണം. അപ്പൊ ഇത് എന്ന് പറയുന്നത് ആൽക്കെയിൻ ആണ്. അതായത് കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട്. അതിന്റെ ജനറൽ ഫോർമുല CnH2n+2 ഇതാണ്. അതായത് ഇവിടെയുള്ള കാർബണിന്റെ ഇരട്ടിയോട് 2 കൂട്ടണം. ഇവിടെ 1 കാർബൺ ആണുള്ളത്, അതിന്റെ ഇരട്ടി 2 ആണ്. അതിനോട് വീണ്ടും 2 കൂട്ടുമ്പോൾ 4. കണ്ടോ? നോക്കൂ, ഇവിടെ CH4. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണ്. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് നമ്മൾ ജനറലായി വിളിക്കുന്നത് ആൽക്കീൻ എന്നാണ്. ആൽക്കീൻ അതായത് കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും. അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CnH2n. ഇത് പഠിച്ചു. അതായത് എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ 2 കാർബൺ ആണ്. അപ്പൊ ഹൈഡ്രജൻ എണ്ണം എത്ര ഉണ്ടാവും? അതിന്റെ ഇരട്ടി. കണ്ടോ? C2H4. ഇവിടെ നോക്കിയോ നിങ്ങൾ, CH2 കണ്ടോ? 4 ഹൈഡ്രജൻ. അപ്പൊ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാലും എഴുതാൻ അറിയണം, ഇങ്ങനെ ചോദിച്ചാലും എഴുതാൻ അറിയണം. മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും, ഒരാൾ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്നത് സാച്ചുറേറ്റഡ് പൂരിതം. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്നത് അൺസാച്ചുറേറ്റഡ്. കണ്ടോ? ഇപ്പൊ സാച്ചുറേറ്റഡ് ഉണ്ടാവും, അൺസാച്ചുറേറ്റഡ് ഉണ്ടാവും. മനസ്സിലായോ? എന്തൊക്കെ ഉണ്ടാവും? സാച്ചുറേറ്റഡ് ഉണ്ടാവും, അൺസാച്ചുറേറ്റഡ് ഉണ്ടാവും. എന്ത് നടക്കുമ്പോ? തെർമൽ ക്രാക്കിംഗ്, ഹീറ്റ് കൊടുത്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. എന്തിനാണ് സാർ ഇത്രയും എക്സാമ്പിൾ? എനിക്ക് മനസ്സിലായി സാർ, മനസ്സിലാക്കണം. കുറച്ച് കൂടുതൽ എക്സാമ്പിൾ ആവുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ഒന്നും കൂടി ക്യാച്ച് ചെയ്യും. നമുക്ക് 4 കാർബൺ ഉള്ളത് നോക്കാം ജസ്റ്റ്. അപ്പൊ 4 കാർബൺ ആണെങ്കിൽ C4 എന്താണ് ജനറൽ ഫോർമുല? CnH2n+2 എന്നാണ് ജനറൽ ഫോർമുല. അതായത് നിങ്ങൾ എത്ര കാർബൺ എഴുതുന്നു അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ എഴുതണം. അപ്പൊ ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയാൻ 4ന്റെ ഇരട്ടി എത്രയാണ്? 8. അതിനോട് 2 കൂട്ടുമ്പോൾ 10. അപ്പൊ C4H2. ക്ലിയർ? യെസ്. ദെൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, അപ്പൊ ഹീറ്റ് ചെയ്യാണ് സാറ്. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2-3 ഓപ്ഷൻസ് വരുന്നു അല്ലെ? ഒന്ന്, എനിക്ക് C2 2 കാർബൺ പ്ലസ് C2 2 കാർബൺ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എനിക്കൊരു ഓപ്ഷൻ C1 പ്ലസ് C3 ഇങ്ങനെയും ബ്രേക്ക് ആവാം. കണ്ടോ? 2 ഓപ്ഷൻ തന്നെ ഉണ്ടോ? ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 കാർബണിന്റെ ബ്രേക്ക് ചെയ്യുമ്പോൾ 1 കാർബണും 3 കാർബണും അങ്ങനെ ബ്രേക്ക് ചെയ്യാം. 2 കാർബണും 2 കാർബണും അങ്ങനെയും ബ്രേക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്നും ഇവിടെ എഴുതി നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 CH2. ക്ലിയർ? അപ്പൊ അത് ബ്രേക്ക് ആവുക. ആദ്യം നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ആവണം നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. കണ്ടോ? അപ്പോ C സിംഗിൾ ബോണ്ട് C പ്ലസ് C ഡബിൾ ബോണ്ട് C. കണ്ടോ? ഇവിടെ 2 ഇവിടെ 2. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജനെ ഫിൽ ചെയ്യാം. CH3 ഇവിടെയോ? ഇവിടെ 2 ബോണ്ടായി 2 ഹൈഡ്രജനെ വെക്കാൻ പറ്റുള്ളൂ. CH2 ഇതിന്റെ പേരെന്താ? AN. ഇതിന്റെ പേരാ EN. ഇതേ കാര്യം നമ്മൾ ഇവിടെ എഴുതാം. ഇവിടെ നോക്കി എണ്ണീട്ടല്ല ഞാൻ എഴുതാൻ പറയണത്. ഒരാള് ആൽക്കെയിനാണ്, സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ആൽക്കെയിൻ ആണെങ്കിൽ എന്താ പ്രത്യേകത? എത്ര കാർബൺ ഉണ്ട് അതിന്റെ ഇരട്ടി എടുത്തിട്ട് 2 കൂടണം. ഇവിടെ 2 കാർബൺ ഉണ്ട്, അതിന്റെ ഇരട്ടി 4, അതിനോട് 2 കൂട്ടിയ 6. അപ്പൊ ഹൈഡ്രജൻ വേണ്ടോ എന്ന് പറയുന്നത് 6. ശരിയല്ലേ? നോക്കിയേ, 3 3 6. ഓക്കെ, ഇനി ഇതാണ് കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ഉള്ളത്. ഇനി കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ഉള്ളതിന്റെ ഇക്വേഷൻ എന്താ? CnH2n. CnH2n+2. CnH2n കാർബൺ എത്രയുണ്ടോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ വേണം. അപ്പൊ ഇവിടെ 2 കാർബൺ ആണുള്ളത്. അപ്പൊ ഹൈഡ്രജന്റെ ഇരട്ടി, കാർബണിന്റെ ഇരട്ടി 2ന്റെ ഇരട്ടി 4. കണ്ടോ? C2H4. കണ്ടോ? അതാണ് ഈസി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്. ക്ലിയർ?
ഇനി ഇതേ ആള് തന്നെ നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്താൽ, ഇവിടെ വെച്ചാ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു കാർബൺ, 3 കാർബൺ ഇവിടെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സി പ്ലസ് സി 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 ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡബിൾ ബോണ്ട് ഇടാം. ആടാ, എന്നിട്ട് ഇതിന് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ CH4 4 ഹൈഡ്രജൻ, ഇവിടെ വരുമ്പോൾ 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്, അപ്പൊ CH2. ഇവിടെ 1 2 3 ഒരു ബോണ്ട് ഉള്ളത്, അപ്പൊ CH. ഇവിടെ 1 ബോണ്ട് ഉണ്ട്, അപ്പൊ CH3. ക്ലിയർ? നമുക്ക് ഇനി ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കണം. അപ്പോ ഇതാണ് നമ്മുടെ ആൽക്കേൻ. കാർബൺ എത്രയുണ്ടോ അതിന്റെ ഇരട്ടിയിനോട് 2 കൂട്ടണം. ഇവിടെ 1 കാർബൺ ആണുള്ളത്, അതിന്റെ ഇരട്ടി 2 ആണ്, അതിനോട് 2 കൂട്ടുമ്പോ 4. സോ CH4. ക്ലിയർ? ഇനി അടുത്തത് ആൽക്കീൻ ആയിരിക്കണം. അടുത്ത കോമ്പൗണ്ട് ആൽക്കീൻ ആയിരിക്കണം, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കണം. അപ്പോ C3 ആണ് ഇവിടെ ഉള്ളത്. 3യുടെ ഇരട്ടി 6. അവിടെ ഇരട്ടിയെ പാടവും കണ്ടോ? അപ്പൊ നോക്കിയാൽ ശരിയാണോ? 2 3 4 5 6 ശരിയാണ് അല്ലെ? യെസ്. അപ്പൊ മക്കൾ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ യുദ്ധത്തിലെ കണ്ടുണ്ടാവും അല്ലെ, ഈ എണ്ണപ്പാടങ്ങളിൽ അല്ലെ ബോംബിട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണും അല്ലെ. അപ്പൊ അവിടെ പെട്രോൾ നമ്മളിങ്ങനെ കുഴിച്ചെടുക്കുന്ന സമയത്ത് പെട്രോൾ ഇങ്ങനെ പെട്രോൾ ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ വലിയ ഹൈഡ്രോ കാർബൺസ് ആണ് ഉള്ളത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ശരിക്കും പെട്രോളിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി ഇപ്പോ C5 5 കാർബൺ ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? ഞാൻ പഠിപ്പിച്ചല്ലോ. എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 5 ഇരട്ടി പ്ലസ് 2, അതായത് 12 അല്ലെ. അതായത് 6 കാർബൺ ഉണ്ടെങ്കിലോ അതിന്റെ ഇരട്ടി പ്ലസ് 2, അതായത് 6ന്റെ ഇരട്ടി 12, 12 പ്ലസ് 2 14 അല്ലെ. യെസ്. 7 കാർബൺ ഉണ്ടെങ്കിലോ 7 കാർബണിന്റെ ഹൈഡ്രജന്റെ എണ്ണം 14 പ്ലസ് 2 16. 8 കാർബൺ ഉണ്ടെങ്കിലോ ഹൈഡ്രജന്റെ എണ്ണം എന്തായിരിക്കും? 8ന്റെ ഇരട്ടി 16, 16 പ്ലസ് 2 18. ഇതാണ് മെയിൻ കണ്ടന്റ് പെട്രോളില്. മനസ്സിലായോ? നിങ്ങൾ വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോളിലെ മെയിൻ കണ്ടന്റ് ഇതാണ്. നമുക്കറിയാലോ ഇതിന്റെ പേരെന്താ? 8 കാർബൺ ഉണ്ടെങ്കിൽ ഒക്ടേൻ ഉണ്ടോ? ഒക്ടേൻ. എന്നാൽ ഇത് മാത്രമല്ല ഉണ്ടാവും, ഇതും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? അതുപോലെ ഇത് കഴിഞ്ഞിട്ടും ഉണ്ടാവും. 9 കാർബൺ, 10 കാർബൺ ഉള്ളത്, 12. ഇത്രയും ആൾക്കാർ ചേർന്നതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ. ഓക്കെ, മനസ്സിലായി? അപ്പൊ ഇത്രയും ആൾക്കാർ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കാർബൺ വരെ ഉള്ളവർ നമുക്ക് മതി പെട്രോളിന്. പക്ഷെ നമ്മൾ ക്രൂഡ് ഓയിലിൽ 16 കാർബണും 18 കാർബണും 24 കാർബണും കുറേ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ വലിയ വലിയ കാർബൺ ഉള്ള കോമ്പൗണ്ടുകളെ ഹീറ്റ് ചെയ്ത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെയുള്ള ചെറിയ കോമ്പൗണ്ടുകളാക്കി മാറ്റണം. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് പെട്രോൾ കിട്ടി. അല്ലാതെ നമ്മൾ ചുമ്മാ ക്രൂഡ് ഓയിൽ ഇങ്ങനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ശതമാനം മാത്രമേ പെട്രോൾ, നമ്മൾ ഗ്യാസിൽ നിന്നാണ് അതിനെ പറയാ, നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ കിട്ടണം. കൂടുതൽ കിട്ടണമെങ്കിൽ എന്താ മാർഗം? ഈ പറയുന്ന വലിയ ആൾക്കാരെ നമ്മൾ എടുത്തിട്ട് ചൂടാക്കി, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ചൂടാക്കി ഇതുപോലെ ചെറിയ കുഞ്ഞു ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റണം. അപ്പൊ 5ാമത്തെ പെന്റേൻ മുതൽ നമ്മൾ എന്താണ് 12ാമത്തെ കാർബൺ വരെയുള്ള ഇതിന്റെ ഒരു മിക്സറിനകത്ത് ഏറ്റവും കൂടുതൽ എന്ത് വേണം? ഈ പറഞ്ഞ 8 കാർബൺ 8 ഒക്ടേൻ വേണം. അങ്ങനെയാണെങ്കിൽ പെട്രോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പെട്രോൾ കേട്ടില്ലേ? നല്ല പെട്രോൾ കിട്ടില്ല, അത് ഇത് കൂടുതലുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? തെർമൽ ക്രാക്കിംഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ തെർമൽ ക്രാക്കിങ്ങില് ഒരു എക്സാമ്പിൾ കൂടി സാറ് കാണിച്ചു തരാം. ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അത് ഞാൻ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കൂല, കാരണം അത് വലുതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പഠിച്ചതുപോലെ C16 16 നോക്കിയിട്ടുണ്ടോ? 16 ഉണ്ടെങ്കിൽ ഹൈഡ്രജനിൽ എത്ര ഉണ്ടാവും? നിങ്ങൾക്ക് തന്നെ പറയാലോ. 16ന്റെ ഇരട്ടി 32, അതിനോട് 2 കൂട്ടിക്കഴിഞ്ഞാൽ 34. ഇതെല്ലാ കുട്ടികൾക്കും മനസ്സിലാവും. ഉണ്ടോ? സാർ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് മനസ്സിലായി. എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി പ്ലസ് 2. ക്ലിയർ ആണല്ലോ? യെസ്. അവിടെ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഹീറ്റ് ചെയ്യുന്നു. എന്തിന്റെ ആബ്സെൻസില്? ഇൻ ദി ആബ്സെൻസ് ഓഫ് എന്താണ്? എയർ അഥവാ ഓക്സിജൻ. ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഉണ്ടെങ്കിൽ കഥ മാറി. ഓക്സിജൻ ഇല്ലാതെ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോ 16 കാർബൺ ഇല്ലേ? അപ്പൊ നമുക്കിവിടെ 8 കാർബൺ പ്ലസ് 8 കാർബൺ ഇങ്ങനെ ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഇത് ആൽക്കെയിൻ ആയിരിക്കണമല്ലോ. ഇത് എന്തായിരിക്കണം മക്കളെ? ആൽക്കെയിൻ ആയിരിക്കണം. കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കണം. ഇക്വേഷൻ CnH2n+2. കണ്ടോ? അപ്പൊ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ പ്ലസ് 2. അപ്പൊ 8ന്റെ ഇരട്ടി 16, 18. ഓക്കെ, ക്ലിയർ ആണല്ലോ? 18 ആണല്ലോ. ഇവിടെ എത്രയുണ്ട്? 34. ഇവിടെ 18 പോയില്ലേ? ബാക്കി ഇവിടെ വരൂലേ? അത് ബാക്കി കണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഇത്
അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും, ആൽക്കീനുകളായിരിക്കും. ആൽക്കീനുകളാണെങ്കിൽ ജനറൽ ഫോർമുല CnH2n. എത്ര കാർബൺ ഉണ്ട്? അതിന്റെ ഇരട്ടി കാർബൺ 16. ഇന്ന് കൂട്ടി നോക്കി, 18ഉം 16ഉം കൂട്ടും 34 കിട്ടിയില്ലേ? കറക്റ്റ് ആയില്ലേ ഇക്വേഷൻ? ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? അപ്പൊ വളരെ വലിയ ഹൈഡ്രോ കാർബൺസിനെ, ലോങ് ഹൈഡ്രോ കാർബൺസിനെ ഹീറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ സ്മോൾ ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമൽ ക്രാക്കിംഗ്. വളരെ ഈസി. വളരെ വലിയ ഹൈഡ്രോ കാർബൺസിനെ ഹീറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ സ്മോൾ എന്താണ് ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമൽ ക്രാക്കിംഗ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? അപ്പൊ ഇനി തെർമൽ ക്രാക്കിങ്ങിന്റെ ഡെഫിനേഷൻ ആണ്. ഇത്രയും വലിയ ഡെഫിനേഷൻ കണ്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, സംഭവം സിമ്പിൾ ആണ്. രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം മക്കളെ. ഒന്ന്, ഹീറ്റ് വേണം. രണ്ട്, എയർ പാടില്ല. ഓക്കെ. വലിയ കോമ്പൗണ്ടുകൾ എന്തായിട്ട് മാറും? ചെറിയ കോമ്പൗണ്ടുകളായിട്ട് മാറും. മാറുമ്പോൾ രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ഒന്ന് സിംഗിൾ ബോണ്ട് ഉള്ളത്, സാച്ചുറേറ്റഡ്. ഒന്ന് ഡബിൾ ബോണ്ട് ഉള്ളത്, അതെന്താണ്? അൺസാച്ചുറേറ്റഡ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമൽ ക്രാക്കിംഗ്. അപ്പൊ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്കിംഗ് ആണ്, ബ്രേക്ക് ആവുന്നു അല്ലെ? തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ്. അപ്പൊ പേരിൽ തന്നെ എന്തുണ്ട്? ഹീറ്റ് ഉണ്ടാവണം, ഫലമായിട്ട് എന്തുണ്ടാവും? ബ്രേക്ക് ആവും. എന്താണ് ബ്രേക്ക് ആവുക? വലിയ കോമ്പൗണ്ട്. എന്നിട്ട് എന്തായിട്ട് മാറും? ചെറിയ കോമ്പൗണ്ട്. ആ ചെറിയ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത എന്തായിരിക്കും? വെയിറ്റ് കുറവായിരിക്കും. വലിയ കോമ്പൗണ്ടുകൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോ എന്താണ്? വെയിറ്റ് കൂടുതലുള്ള കോമ്പൗണ്ടുകള് വെയിറ്റ് കുറഞ്ഞ കോമ്പൗണ്ടുകളായിട്ട് മാറുന്നു. അതായത് വെയിറ്റ് കൂടുതലുള്ളത് ഹയർ മോളിക്യൂള് എന്തായിട്ട് മാറുന്നു? ലോവർ മോളിക്യൂളായിട്ട് മാറുന്നു. മാറുമ്പോൾ അവര് സാച്ചുറേറ്റഡ് ഉണ്ടാവും, അൺസാച്ചുറേറ്റഡ് ഉണ്ടാവും. എന്താ അതിന്റെ അർത്ഥം? കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ഉള്ളത് ഉണ്ടാവും, കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ടോ ഓർ കാർബൺ തമ്മിൽ എന്താണ്? ട്രിപ്പിൾ ബോണ്ട്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ടും വരാം. ഓക്കെ. സോ ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഉള്ളത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഡെഫിനിഷനിലേക്ക് പോവാം. വെൻ, എപ്പോഴാണോ ഹീറ്റഡ്, അപ്പൊ ഒരു പോയിന്റ് നമുക്ക് ഒരു ഹീറ്റ് വേണമെന്നുള്ളത് മനസ്സിലായി. ഹീറ്റ്. ഓക്കെ. എത്ര ഹീറ്റ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏകദേശം 450°C ടു 900°C ഹീറ്റ് വേണം. ക്ലിയർ ആണോ? ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ. അതായത് എയർ പാടില്ല. അപ്പൊ നോ ഓക്സിജൻ. ഇതാണ് പ്രധാന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്സിജൻ ഉണ്ടെങ്കിൽ ഇത് മാറി, ഈ റിയാക്ഷന്റെ പേര് മാറി. ഓക്സിജൻ. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? സം ഹൈഡ്രോ കാർബൺസ് വിത്ത് ഹൈ മോളിക്കുലർ വെയിറ്റ്, കൂടുതൽ വെയിറ്റ് ഉള്ളത് എന്താണ്? ഡീകമ്പോസേഴ്സ് അഥവാ ബ്രേക്ക് ചെയ്തിട്ട് ഇൻടു ഹൈഡ്രോ കാർബൺസ് വിത്ത് ലോവർ മോളിക്കുലർ വെയിറ്റ്, വേണ്ട ചെറിയ ആളുകളായിട്ട് മാറുന്നു. നമ്മള് പല എക്സാമ്പിളും കണ്ടു. അതിനകത്ത് നമുക്ക് പെന്റെയിന്റെ ഒന്നും കൂടി നോക്കാം. പെന്റെയിൻ. ഓക്കെ. പെന്റെയിൻ സാർ ഇവിടെ എഴുതാൻ പോവാണ്. പെന്റെയിൻ എന്ന് പറഞ്ഞാൽ 5 കാർബണാണ് ഉള്ളത്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും? നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജന്റെ ഇരട്ടി പ്ലസ് 2, അതായത് 12. നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ഓക്കെ. ഹീറ്റ് എന്ന് പറയുമ്പോൾ 450°C ടു 900°C. ഹൈ ഹീറ്റ് ആയിരിക്കണം. അതുപോലെ ഹൈ പ്രഷർ ആണ്. ഏകദേശം 770 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഹൈ പ്രഷർ നമുക്ക് വേണം ശരിക്കും. ഓക്കെ. ഇതിനെയാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ചെലവേറിയ പരിപാടിയാണ്. അപ്പൊ ഇതിന്റെ ലോവർ പ്രഷറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? അധികം ടെമ്പറേച്ചറും ഇല്ലാതെ മോഡറേറ്റ് ടെമ്പറേച്ചർ. അതായത് കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്ന് പറയും. നിങ്ങൾക്ക് പഠിക്കാനില്ല കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാക്കിംഗ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട്, ഹീറ്റ് ഉപയോഗിച്ചുള്ള ക്രാക്കിംഗ് ആണ്. പിന്നെ ക്രാക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 പേരെ എങ്ങനെയൊക്കെ തരംതിരിക്കാം? 2ഉം 3ഉം ആക്കാം, 1ഉം 4ഉം ആക്കാം, അല്ലെ പല രീതിയിലാക്കാം. അപ്പൊ ഞാനിവിടെ 2ഉം 3ഉം ഓക്കെ. 2 കാർബണും പ്ലസ് 3 കാർബൺ. ഇവിടെയാണ് ഞാൻ ആൽക്കെയിൻ ആക്കുന്നത്, സിംഗിൾ ബോണ്ട്. അപ്പൊ എന്ത് വേണം? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടി പ്ലസ് 2, 4 + 2 6 ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം എത്ര വരും? ഇതിന്റെ ഇരട്ടി. എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേര് എത്താണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. ഇതിന്റെ പേര് പ്രൊപ്പാണ്, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് EN. കണ്ടോ? അപ്പോ 5 കാർബണുള്ള പെന്റെയിൻ വിഘടിച്ച് എന്തായി മാറി? 2 കാർബണും 3 കാർബണുള്ള ചെറിയ കോമ്പൗണ്ടുകളായിട്ട് മാറി. കണ്ടോ? ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമൽ ക്രാക്കിംഗ്. അപ്പൊ തെർമൽ ക്രാക്കിംഗിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഹയർ മോളിക്കുലർ വെയിറ്റ് ഉള്ളതിനെ ലോവർ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റുന്നു. അതിനകത്ത് സാച്ചുറേറ്റഡ് ഉണ്ടാവും, അൺസാച്ചുറേറ്റഡ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹീറ്റ് ഉപയോഗിക്കും. അതിനകത്ത് എന്ത് പാടില്ല? ഓക്സിജനോ എയറോ പാടില്ല.
ഇങ്ങനെ ആബ്സെൻസ് ഓഫ് എയറിൽ ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ താപം ഉപയോഗിച്ച് ഹീറ്റ് ഉപയോഗിച്ച് വലിയ ഹൈഡ്രോ കാർബണുകളെ നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണത് തെർമൽ ക്രാക്കിംഗ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഇനി ഈ സാറ് ഇങ്ങനെ എഴുതിയേക്കുന്ന എക്സാമ്പിൾ തന്നെ നമുക്ക് നേരെ നേരെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ പെന്റേന്റെ എക്സാമ്പിൾ നേരെ ഒന്ന് എഴുതി നോക്കിയേ. നോക്കൂ, 1 2 3 4 5 1 2 3 4 5 കാർബൺ അല്ലെ? ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. CH3 CH2 സ്വന്തമായിട്ട് ചെയ്ത് നോക്കട്ടെ. CH2 CH3. ഓക്കെ, ബ്രേക്ക് ചെയ്യണം. ഞാൻ എവിടെ വെച്ചാൽ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ വെച്ചാൽ ബ്രേക്ക് ചെയ്യണത്. അപ്പൊ 2 കാർബൺ CC പ്ലസ് പിന്നെ ബാക്കി എത്ര കാർബൺ? 3 കാർബൺ CCC. ഓക്കെ, ഇനി ഹൈഡ്രജന്റെ എവിടെ CH3 CH3. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് ഡബിൾ ബോണ്ട് ഇട്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഹൈഡ്രജനെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താവും? CH2, ഇവിടെ CH, ഇവിടെ CH3. സോ ദിസ് ഈസ് നേരത്തെ നമ്മൾ കണ്ടാണ് ANE ആൻഡ് ദിസ് ഈസ് പ്രോപ്പർ the 1ENE പ്രൊപ്പീൻ. ഓക്കെ, എന്താണ് ഇതിന്റെ പേര്? പെന്റെയിൻ. അപ്പൊ നിങ്ങൾ ചില കുട്ടികൾക്ക് സംശയം വരാം, സാറേ ഇവിടെ വെച്ച് ബ്രേക്ക് ആയി കൂടെ ആക്കാം. ഇവിടെ വെച്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും കോമ്പൗണ്ട് വരിക? ഇവിടെ ഒരു കാർബൺ പ്ലസ് ഇവിടെ 4 കാർബൺ വരും അല്ലെ? അപ്പൊ ഇങ്ങനെ വരും CCCC. കണ്ടോ? എവിടെയും സ്ഥലത്ത് ഡബിൾ ബോണ്ട് ഇടാം. ബാക്കി ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക. CH4, ഇവിടെ എന്ത് വരും? CH2, ഇവിടെ CH2 CH3. എന്താണ് ഇതിന്റെ പേര്? ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മെത്തേൻ. ഇതിന്റെ പേര് എന്താണ്? ബ്യൂട്ടേൻ. എന്താണ്? ബ്യൂട്ട് 1ENE. കണ്ടോ? ദാറ്റ്സ് ഓൾ. ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ അവിടെ എന്ത് എഴുതണം? ഹീറ്റ് എന്ന് എഴുതണം. 450°C to 900°C, അതുപോലെ 70 ATM പ്രഷർ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലത് കേട്ടോ. ഹീറ്റ് എന്ന് എഴുതിയാലും മതി. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആണ് എന്നും കൂടി എഴുതിയാൽ നല്ലത്. ഓക്കെ, പക്ഷെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷനിൽ എയർ ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് കത്തിച്ച് കഴിയുമ്പോൾ കുറെ പുകയും കണവണൊക്കെ വരും അല്ലെ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടറിയാം. കത്തിക്കാൻ പാടില്ലെന്നാ പറയണം. നമ്മുടെ വീട്ടിൽ വന്നിട്ട് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ കത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കറുത്ത പുകയൊക്കെ വരുന്നത്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അതിനകത്ത്. മനസ്സിലായോ? അപ്പോ കത്തിക്കാൻ പാടില്ല എന്നൊന്നും പറയാറില്ലേ? അതുപോലെ തന്നെ ഈ ഹൈഡ്രോ കാർബൺസിൽ എടുത്ത് നമ്മൾ കത്തിച്ച എന്തായിരിക്കും നമുക്ക് കിട്ടുക? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പിന്നെ എന്ത് കിട്ടും? വാട്ടർ കിട്ടും, വെള്ളം കിട്ടും. മനസ്സിലായോ? അപ്പൊ വെള്ളം വളരെ കുറച്ചുണ്ടാവുള്ളൂ, അല്ലാണ്ട് കത്തിച്ച് വെള്ളം കുടിക്കാന്ന് വിചാരിക്കണ്ടായിരുന്നു. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കുറേ ഉണ്ടാവും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സാറേ ഏതൊരാൾ കത്തിച്ചാലും ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയാണോ ഉണ്ടാവുക? നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് കമ്പഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്പഷൻ റിയാക്ഷൻ. ക്ലിയർ മക്കളെ? അടുത്തതാണ് കമ്പഷൻ റിയാക്ഷൻ. വെരി ഈസി ആണ്. നേരത്തെ പറഞ്ഞ ഹൈഡ്രോ കാർബണിൽ തന്നെയാണ് ഇവിടുത്തെ എന്താണ് അഭിനേതാക്കള്, ആക്ടേഴ്സ്. പക്ഷെ ഇവിടെ പ്രത്യേകതയുണ്ട്, ഒരാൾ കൂടെ വന്നു. അതാരാണ്? ഓക്സിജൻ ആണ്. ക്ലിയർ? നോക്കാം നമുക്ക്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. നമുക്ക് മീഡിയൻ CH4 മീഡിയൻ ആണ്. കത്തിക്കുകയാണ് നമ്മൾ. അപ്പൊ കത്തിക്കുക എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ്. ഓക്സിജൻ ഉണ്ട് അവിടെ. കത്തിച്ചു, ഹീറ്റ്. ഉണ്ടാകാൻ പോകുന്ന പ്രോഡക്റ്റ് സാർ എഴുതാൻ പോവുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഉണ്ടാവുന്നത് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതോ നമ്മൾ എന്തെങ്കിലും സാധനം കത്തിച്ചു കഴിഞ്ഞാൽ ചൂടും ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവുമല്ലോ, അത് അതിന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മീഡിയൻ മാറ്റി നിങ്ങൾ ഇവിടെ ഈരിയൻ ആക്കിയാലും പ്രൊപ്പേൻ ആക്കിയാലും ബ്യൂട്ടേൻ ആക്കിയാലും പിന്നെ ആരാക്കിയാലും ഉത്തരം ഇത് തന്നെ. ഈസി അല്ലേ? ഓ, സമാധാനം സാർ. അതായത് ഇവിടെ നിങ്ങൾ ആരെ കൊണ്ടുവന്നാൽ, ഈരിയൻ കൊണ്ടുവന്നു, ബ്യൂട്ടേൻ കൊണ്ടുവന്നു, പ്രൊപ്പേൻ, എത്ര വലിയ ഹൈഡ്രോ കാർബൺസ് കൊണ്ടുവന്ന് ഓക്സിജന്റെ സാധനത്തിൽ ഹീറ്റ് ചെയ്താലും ഉണ്ടാവുന്ന ആളാരാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. നോ ചേഞ്ച്. അതാണ് കമ്പഷൻ. അപ്പൊ തെർമൽ ക്രാക്കിംഗ് കമ്പഷൻ തമ്മിൽ വ്യത്യാസം എന്താ? തെർമൽ ക്രാക്കിംഗിൽ ഓക്സിജൻ ഇല്ല, ആബ്സെൻസ് ഓഫ് എയർ ആണ്. പക്ഷെ ഇവിടെ ഓക്സിജൻ ഉണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ്. രണ്ട് സ്ഥലത്ത് ഹീറ്റ് ചെയ്യണം, പക്ഷെ അവിടുത്തെ നമ്മുടെ ഡിഫറൻസ്, ഇവിടെ ഓക്സിജൻ ഉണ്ട്. അത് ആദ്യം ഓക്സിജൻ ഉണ്ട്. അവിടെ വേറെ പ്രൊഡക്റ്റ് ഉണ്ടാവും, പക്ഷെ ഇവിടെ അങ്ങനെ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുക. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും. പ്ലസ് അതിന്റെ കൂടെ നമുക്ക് കാണാൻ പറ്റും ഹീറ്റും ഉണ്ടാവും, ലൈറ്റും ഉണ്ടാവും. കിട്ടിയോ? അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ ഡെഫിനിഷൻ കിട്ടില്ല. സാറ് ഈ ഒരു സെക്ഷനിൽ ഡെഫിനിഷൻ ആദ്യം പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. ആദ്യമായത് നമ്മളൊരു ഹൈഡ്രോ കാർബൺസ് എടുത്തിട്ട് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുക. അപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും എപ്പോഴും കിട്ടും. കുറച്ച് ഹീറ്റും ഉണ്ടാവും, കുറച്ച് ലൈറ്റും ഉണ്ടാവും. അതാണ് ഇതിന്റെ ഡെഫിനിഷൻ. എന്താണത്? കമ്പഷൻ റിയാക്ഷൻ. വെൻ ഹൈഡ്രോ കാർബൺസ് ബേൺ, കത്തിക്കുക. ഓക്കെ, ദേ കമ്പൈൻ വിത്ത് ഓക്സിജൻ, ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഇൻ എയർ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ശ്രദ്ധിക്കാം മക്കളെ,
വെൻ ഹൈഡ്രോകാർബൺസ് ഫോർ എക്സാമ്പിൾ മീഥേൻ ബേൺ ഹീറ്റ് കത്തിക്ക. ഓക്കെ, ദേ കമ്പൈൻ വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ, ഓക്സിജനിലെ എയറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഉണ്ടാവും ആൻഡ് ഹീറ്റ് ലൈറ്റ് ഉണ്ടാവും. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കമ്പഷൻ, കത്തിക്കുക. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കമ്പഷൻ റിയാക്ഷൻ. കിട്ടിയോ? എന്താ കമ്പഷൻ റിയാക്ഷൻ? വെൻ ഹൈഡ്രോകാർബൺസ് burn in the presence of oxygen, they combine with oxygen to form and carbon dioxide and water along with the heat and light. That's all. Very easy. Okay. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഇക്വേഷൻസ് ബാലൻസ് ആക്കണം. അതായത് ഇവിടെ എത്ര ആൾക്കാരുണ്ടോ ലെഫ്റ്റ് സൈഡിൽ അത്രയും ആൾക്കാർ റൈറ്റ് സൈഡിൽ വേണം. ഇവിടെ നോക്കി, ഇവിടെ കാർബൺ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പൊ കാർബണിന്റെ കേസിൽ ഓക്കെയാണ്. ഇവിടെ ഹൈഡ്രജൻ 4 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പൊ തെറ്റി. അപ്പോ കെമിസ്ട്രിയിൽ എപ്പോഴും നമ്മൾ ബാലൻസിങ് അറിഞ്ഞിരിക്കണം. പല കുട്ടികൾക്കും തെറ്റി പോകുന്നത് അവിടെയാണ്. അപ്പൊ ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ ഹൗ ടു ബാലൻസ് ദീസ് കെമിക്കൽ ഇക്വേഷൻ. വെറുതെ ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂല. ഇതിന്റെ മുന്നിൽ കുറച്ച് സംഖ്യകളൊക്കെ ഇടാനുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ ഈ 4 ഹൈഡ്രജൻ ആയതുകൊണ്ട് ഇവിടെ എന്തിടണം? 2 ഇട്ട് കഴിഞ്ഞാൽ 2 × 2 4 ഹൈഡ്രജൻ. അത് ക്ലിയർ ആയി. ഇവിടെ 2 ഓക്സിജൻ ആണുള്ളത്. അപ്പൊ ഇവിടെ 2 ഓക്സിജൻ ഇവിടെ കറക്റ്റ് ആയി. പക്ഷെ ഇവിടെയും ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇപ്പുറത്തെ സൈഡ് 4 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ ഉള്ളൂ. അപ്പൊ ഇവിടെ 2 ഇടണം. അപ്പൊ 4 ഓക്സിജൻ. ഇപ്പോഴാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആയത്. മനസ്സിലായോ? സാർ ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? എനിക്ക് അറിയില്ല സാർ, ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ മറന്നു സാർ. പേടിക്കണ്ട, നമ്മൾ അതാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് ബാലൻസിങ് എന്ന് ചെയ്തു നോക്കാം അല്ലെ. ഇതിപ്പോ എളുപ്പം വരുന്നില്ല, ഇപ്പൊ പാടാക്കിയല്ലോ സാർ. എളുപ്പമൊന്നുമില്ല, നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എഴുതിയാൽ മതി, പക്ഷെ ബാലൻസ് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. എളുപ്പമാർഗമൊക്കെ സാർ പറഞ്ഞുതരാം, ഡോണ്ട് വറി. നമുക്ക് ഒന്നേ തന്നെ തുടങ്ങാം. ആദ്യം മീഥേൻ തന്നെ നോക്കാം. മീഥേൻ, കമ്പഷൻ ഓഫ് മീഥേൻ. അപ്പൊ മീഥേൻ നിങ്ങൾക്ക് അറിയാലോ എഴുതാൻ, അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. മീഥേൻ എല്ലാം കുട്ടികൾക്ക് എഴുതാൻ അറിയാം. പ്ലസ് ഓക്സിജൻ, അതുമല്ല ഓക്സിജൻ എപ്പോൾ O2 ഒക്കെ എഴുതാം കേട്ടോ. ഇനി ഇവിടെ എന്തുണ്ടാവും എന്ന് പഠിച്ചു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അതും പഠിച്ചു. വാട്ടർ ഉണ്ടായി. ക്ലിയർ? ഹീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എന്താണ്? ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല, ഓക്സിജനോട് ഓൾറെഡി എഴുതാം. ഇനി ഇവിടെ ഹീറ്റ് ലൈറ്റ് ഉണ്ടാവുന്ന സാറുകൊണ്ട് എഴുതുന്നില്ല, അതുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാലൻസിങ് ആണ്. ബാലൻസിങ് ആദ്യം നിങ്ങൾക്ക് സാറ് എങ്ങനെ ഇത് ബാലൻസ് ചെയ്യാന്ന് പഠിപ്പിച്ചു തരും നോർമൽ വേയിൽ. പിന്നെ ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് പഠിപ്പിച്ചു, അതിപ്പോ പറയില്ല, ലാസ്റ്റ്. ഓക്കെ, സോ നോക്കാം എങ്ങനെയാണ് ഒരു സംഭവം ബാലൻസ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1. അപ്പൊ സ്റ്റെപ്പ് 1 സാർ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എലമെന്റുകൾ എടുത്ത് എഴുതുക. ഏതൊക്കെ എലമെന്റുകളാണ് ഇവിടെ ഉള്ളത്? ഓക്കെ, അതിനകത്ത് നമ്പേഴ്സ് എത്ര എണ്ണം വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ആ നമ്പേഴ്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റിൽ എത്രണ്ണം, റൈറ്റിൽ എത്രണ്ണം. ക്ലിയർ? ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ടേബിൾ. നോക്കാറുണ്ട് ഇവിടെ കാർബൺ എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ട്. സോ എലിമെന്റ് കാർബൺ ലെഫ്റ്റിൽ ഒരെണ്ണം ഉള്ളൂ. ഓക്കെ, റൈറ്റിൽ എണ്ണി നോക്കി ഒരെണ്ണം ഉള്ളൂ. കണ്ടോ? മനസ്സിലായോ? കാർബൺ ഞാൻ എടുത്തു. ഇവിടെ എത്ര ഉണ്ട്? 1. ലെഫ്റ്റിലൊന്ന്, റൈറ്റിൽ 1. ക്ലിയർ? ഇപ്പൊ കാർബണിന്റെ കേസ് ഓക്കെ, കാർബൺ ബാലൻസ് ആണ്. ഹൈഡ്രജൻ എടുക്കും. ഹൈഡ്രജൻ ലെഫ്റ്റിൽ 4, ഓക്കെ, റൈറ്റിൽ 2. ഹൈഡ്രജൻ ബാലൻസ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. വേണ്ട, അവിടെ നിൽക്കട്ടെ, അടുത്ത ആളെടുക്കാം. ഓക്സിജൻ ഇവിടെ ലെഫ്റ്റിൽ 2, റൈറ്റില് 1 ആണോ? ഇത് 1, ഇവിടെ 2, മൊത്തം 3. ഓക്കെ, ക്ലിയർ? യെസ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ഞാൻ വരച്ചു. ടേബിൾ വരച്ചപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി. കാർബൺ 2 സ്ഥലത്തും ബാലൻസ് ആണെന്ന് മനസ്സിലായി. ഹൈഡ്രജൻ ഇവിടെ കൂടുതലുണ്ട്, 4, ഇവിടെ 2 ഉള്ളൂ. ഓക്സിജനെ സംബന്ധിച്ച് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 സ്ഥലത്തും ഓക്സിജൻ ആണ്. ഇവിടെ 2, ഇവിടെ 1, മൊത്തം 3. അപ്പൊ ആദ്യം നമുക്ക് കാർബണിന്റെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാർബൺ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ 4 ഉണ്ട്, ഇപ്പുറത്ത് 2. അപ്പൊ 2 ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 കൊണ്ട് ഗുണിക്കണം, ഇവിടെ ഒരു 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 4 ആയില്ലേ? അപ്പൊ ഞാനിവിടെ എവിടെയാണ് 2 കൊണ്ട് ഗുണിച്ചത്? റൈറ്റ് സൈഡിൽ. അപ്പൊ ഇവിടെ 2 എഴുതണം. കണ്ടോ? കിട്ടിയോ? യെസ്. ഇത് ചെയ്തതിന് ശേഷം ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. അത് ചെയ്തതിന് ശേഷം ഈ ടേബിൾ വീണ്ടും വരയ്ക്കാം. അപ്പൊ ഞാൻ വീണ്ടും എഴുതാൻ പോവുകയാണേ. ഓക്കെ, നോക്കിക്കോളൂ. കാർബൺ എടുത്തിട്ടുണ്ട് ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. കാർബൺ ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ എടുത്തിട്ടുണ്ട് 4 എണ്ണം, ഇവിടെയോ 2. ഈ 2 പേർക്കും ബാധകമാണ്. അപ്പൊ 2 × 2 ഹൈഡ്രജൻ 4 എണ്ണം.
ഓക്സിജൻ നോക്കാം. ഓക്സിജൻ ഇവിടെ 2. ഇവിടെ നോക്കാം ഓക്സിജൻ എത്ര ഉണ്ടെന്ന്. ഇവിടെ 2. ഓക്കെ, ഈ 2 ഈ ഓക്സിജന് ബാധകമാണ്. അപ്പൊ 2 ഓക്സിജൻ ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, 4 ഓക്സിജൻ. ഇനി ഓക്സിജൻ ബാലൻസ് ചെയ്യണം. അപ്പൊ ഹൈഡ്രജൻ ബാലൻസ് ആയി. ഇനി ഓക്സിജൻ 2 സൈഡും ബാലൻസ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ ഇവിടെ എന്ത് ചെയ്യണം? 2 കൊണ്ട് കുടിക്കണം. സാർ ഇവിടെ 2 കൊണ്ട് കുടിച്ചു, 4 ആയില്ലേ? അപ്പൊ അത് ഇവിടെ ക്ലിയർ. അപ്പോ ഓക്സിജനും ബാലൻസ് ആയി. അപ്പൊ എല്ലാവരും ബാലൻസ്. ഇനി ചെക്ക് ചെയ്യണ്ട, ഇനി 2 സൈഡ് ബാലൻസ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതല്ലാതെ നമുക്കൊരു ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് എഴുതാം. അതെങ്ങനെയാണെന്ന് നമുക്ക് 1-2 എക്സാമ്പിൾ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അടുത്ത ആളെ നോക്കാം. അടുത്ത ഒരാളെ നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ കോമ്പൗണ്ട് ഏതാണ് അടുത്ത കോമ്പൗണ്ട്? മീഥേൻ കഴിഞ്ഞാൽ ഈഥേൻ. സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഈഥേൻ എന്ന് പറയുമ്പോ 2 കാർബൺ, ഹൈഡ്രജൻ കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടി പ്ലസ് 2, അപ്പൊ അതായത് 6 എണ്ണം. ഇതാണ് ഈഥേൻ. ഓക്കെ, റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഇതിനകത്ത് വ്യത്യാസമില്ല ആണോ? അപ്പൊ ഇത് ആരുടെയും തെറ്റാൻ പാടില്ല കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ എന്തായാലും നമുക്ക് എന്താണ് കിട്ടും. അത് ആർക്കും തെറ്റിപ്പോവാൻ പാടില്ല. ക്ലിയർ? യെസ്. ഇനി ബാലൻസ് ആണോ സാർ? നോക്കാം നമുക്ക്. ഇവിടെ എലമെന്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ എലമെന്റ് കാർബൺ ആണ്. കാർബൺ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 1 എണ്ണം ഉള്ളൂ. കാർബൺ തന്നെ ബാലൻസ് അല്ല, കണ്ടോ? അടുത്തത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഇവിടെ 6 എണ്ണം ഉണ്ട്, ഇവിടെ വരുമ്പോൾ 2 എണ്ണം. ഹൈഡ്രജനും ബാലൻസ് അല്ല. അടുത്ത ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഓക്സിജൻ നോക്കി 2, 1, 3 എണ്ണം. ഇവിടെ ആരും ബാലൻസ്ഡ് അല്ല. ആദ്യം കാർബണിന്റെ ബാലൻസ് ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? കാർബൺ ലെഫ്റ്റ് സൈഡ് 2 എണ്ണം ഉണ്ട്, റൈറ്റ് സൈഡ് 1 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ ഒരു × 2 കൊടുത്താൽ കാർബൺ ബാലൻസ് ആണ്. അപ്പൊ റൈറ്റ് സൈഡിൽ കാർബണിന്റെ ഫ്രണ്ടിൽ ഒരു 2 കൊടുക്കും. ശരിയാ? ഇനി അടുത്ത ആളെ ബാലൻസ് ചെയ്ത് നോക്കരുത്. ഇപ്പൊ ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് എഴുതണം. വീണ്ടും ഇത് എഴുതുമ്പോൾ കാർബൺ എഴുതേണ്ട ആവശ്യമില്ല, കാർബൺ ഓൾറെഡി ബാലൻസ് ആക്കി നമ്മൾ. ഈ ഹൈഡ്രജന്റെ എണ്ണം നോക്കാം. ഹൈഡ്രജൻ ഇവിടെ 6, ഓക്കെ. ഹൈഡ്രജൻ ഇവിടെ 2, അതൊക്കെ. ഓക്സിജനോ ഇവിടെ 2, ഓക്കെ. ഇപ്പൊ ഓക്സിജൻ എത്ര ഉണ്ടെന്ന് നോക്കിയേ. ഈ 2, 4 പ്ലസ് 1, 5 ഓക്സിജൻ. കണ്ടാ? മനസ്സിലായോ പറഞ്ഞത്? 5 ഓക്സിജൻ. ഇനി ആരെ ബാലൻസ് ചെയ്യണം? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 6 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉള്ളൂ. ഇതേപോലെ 6 ഇവിടെ ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. കണ്ടോ? അപ്പൊ ആ 3 മക്കളെ ഇവിടെ ഇടാം. 3. ക്ലിയർ? യെസ്. ഇനി ഇട്ടതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യണം. കാർബൺ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, കാർബൺ ബാലൻസ്ഡ്. ഹൈഡ്രജൻ ഇവിടെ 6 എണ്ണം, ഇവിടെ 3, 2, 6, ഹൈഡ്രജൻ ബാലൻസ്ഡ്. 2 പേരും ബാലൻസ്. ഇനി ഓക്സിജന്റെ എണ്ണം ശ്രദ്ധിക്കണം. ഓക്സിജൻ ഇവിടെ 2, ലെഫ്റ്റ് സൈഡ് 2, റൈറ്റ് സൈഡ് നോക്കിയേ. ഈ 2, 4, 3 × 1, 3, 4, 3, 7. ഇവിടെയുള്ള ഇത് ഓക്സിജന് ബാധകമാണ്. അപ്പൊ 3 ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഈ 2 കൊണ്ട് വിളിക്കുമ്പോൾ ഈ 2, 4. അപ്പൊ 4 ഓക്സിജൻ പ്ലസ് 3 ഓക്സിജൻ 7 ഓക്സിജൻ. കണ്ടോ? 7 ഓക്സിജൻ ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ഇവിടെ 7 ആണുള്ളത് അല്ലേ, ഇവിടെ 2 ആണുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താക്കണം? 7 ആക്കണം. അപ്പൊ ഈ 2 പോവണ്ടേ, അപ്പൊ ഈ 2നെ കൊണ്ട് ഹരിക്കണം. അപ്പൊ ഈ 2 പോയില് × 7 കൊണ്ട് ഗുണിക്കും. അതായത് 7 ഇവിടെ ഓട്ടോമാറ്റിക്കലി 7 കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഹരിക്കുക. ഇതേ ആൾ കൊണ്ട് ഹരിക്കുക, ഗുണിക്കുക. അതായത് 7/2. എന്താണ്? 7/2. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതാം 7/2. ഒന്നുകൂടി പറയാം സാർ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നോക്കി ഒന്നും ശ്രദ്ധിച്ചു കേട്ടോ. അതാണ് വളരെ ക്രൂഷ്യൽ പോയിന്റ്. ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 7 ആണുള്ളത്. ഇതേ 7 ഇവിടെ ആക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സാധനം കൊണ്ട് ഗുണിച്ചാലും 7 ആവില്ല. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 കൊണ്ട് തന്നെ ഇതുകൊണ്ട് ഇവിടെ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഇതുകൊണ്ട് ഹരിക്കുക. അപ്പൊ ഇതൊന്ന് വെട്ടിപ്പോ ഇവിടെ 7 ആവും. അപ്പൊ ആക്ച്വലി നമ്മൾ ഗുണിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? 7/2 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, വളരെ ശ്രദ്ധിക്കണം. 7/2. ഇനിയാണ് നമ്മുടെ കളി. നോക്കൂ, നമ്മൾ ബാലൻസിങ് ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പാടില്ല എന്നത്. അതായത് ഒരു സംഖ്യയുടെ താഴെ കയറുന്ന സംഖ്യ അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പൊ ഈ 7/2 നമുക്ക് ഈ 2 കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹോൾ ഇക്വേഷൻ, ഇത് മൊത്തം ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. ഈ 2 ഉം 2 ഉം വെട്ടിപ്പോകും.
പക്ഷെ ഒരു പ്രത്യേകത ഈ രണ്ട് എല്ലാവരെയും ഗുണിക്കേണ്ടി വരും. ഒന്നുകൂടി സാർ പറയാം. ഇപ്പൊ 7/2 ഇവിടെ എഴുതിയല്ലോ. ഈ 7/2 2 കളയണമെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 2 വെട്ടിപ്പോവും. പക്ഷെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 എല്ലാവർക്കും ഭാഗമാണ്. അപ്പൊ എല്ലാവരുടെ മീതെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ വരും നോക്കിയേ, 2 into this. അപ്പൊ 2C2H6 പ്ലസ് 2 into this. അപ്പൊ ഇതും വെട്ടിപ്പോയി. ഇതെന്താവും 7O2 gives 2 into 2 4CO2 plus 2 into 3 6H2O. കിട്ടിയോ? ഇനി ഇത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാർബണിന്റെ എണ്ണം നോക്കാം, ലെഫ്റ്റും റൈറ്റും. കാർബൺ ഇവിടെ എത്രയുണ്ട്? 4 എണ്ണം. ഓക്കെ, ഇവിടെ എത്ര ഉണ്ട് നോക്കിയാൽ 4 എണ്ണം. കറക്റ്റ് അല്ലേ? അപ്പൊ കാർബൺ ബാലൻസ്. ഇനി ഹൈഡ്രജൻ എണ്ണം നോക്കാം. ഹൈഡ്രജൻ ഇവിടെ 6 into 2 12 ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയോ, 6 into 2 12 ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജനും ബാലൻസ്. ഇനി ഓക്സിജൻ എണ്ണം നോക്കാം. 7 into 2 14 ഓക്സിജൻ ആണ് ഇവിടെ. ഇവിടെ നോക്കി ഓക്സിജൻ നോക്കോളൂ. ഇവിടെ 6 ഓക്സിജൻ പ്ലസ് 4 into 2 8 ഓക്സിജൻ. ഉണ്ടോ? 8 6 എത്രയാണ്? 14. അപ്പൊ ഓക്സിജനും ബാലൻസ്ഡ് ആയി. ഉണ്ടോ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വന്നത് ഈ ഒരു സെക്ഷനിൽ മാത്രമാണ്. ഒന്നുകൂടി സാർ പറയാം. 2 ഓക്സിജനും 7 ഓക്സിജനും വന്നു. ലെഫ്റ്റ് 2 റൈറ്റ് 7. ഒന്നുമില്ല, ഈ 7 കൊണ്ട് ഇവിടെ ഗുണിക്കുക, ഈ 2 കൊണ്ട് ഹരിക്കുക. അതായത് ചുരുക്കത്തിൽ നിങ്ങൾ 7/2 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ എടുത്ത് എഴുതി കഴിയുമ്പോൾ ഇനി ഫ്രാക്ഷൻ വരാൻ പാടില്ല. ഫ്രാക്ഷന്റെ താഴെയുള്ള ഡിനോമിനേറ്റർ കൊണ്ട് എല്ലാവരെയും ഗുണിക്കുക. ബാലൻസ്. ഇതാണ് മാനുവൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. കിട്ടിയോ? കിട്ടി. ഇനി സാറ് എളുപ്പമാർഗം പറയാം. പക്ഷെ നമ്മൾ ഇവിടെ വരെയല്ലായിട്ടുള്ളൂ, ഇനി വരെയല്ലായിട്ടുള്ളൂ. പ്രൊപ്പൈനൊക്കെ ചെയ്യണ്ടേ നമുക്ക്? എന്നാലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വെറുതെ കാണപ്പെടാൻ പറ്റും. അതുകൊണ്ട് കാര്യമില്ല. പുറത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നോക്കാം. പ്രൊപ്പൈൻ ഒരു ഇൻട്രസ്റ്റോടെ ചെയ്ത് നോക്കാം കേട്ടാ. പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ. ഓക്കെ, ഹൈഡ്രജൻ എത്ര എണ്ണം വരും? ഹൈഡ്രജൻ എന്റെ ഇരട്ടി +2, അതായത് 6+2 8 ഹൈഡ്രജൻ. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, എന്തുണ്ടാവുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു, വാട്ടർ ഉണ്ടാവും. ഇതിങ്ങനെ കുറെ എക്സാമ്പിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇപ്പൊ മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ബാലൻസിങ് നോക്കാം. ഫസ്റ്റ് കാർബൺ നോക്കാം. ലെഫ്റ്റ് റൈറ്റ്. കാർബൺ ഇവിടെ 3 എണ്ണം. യെസ്, ഇവിടെ ഒരെണ്ണുള്ളൂ. കാർബൺ ബാലൻസ് അല്ല. അടുത്തത് ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ ഇവിടെ 8 എണ്ണം, ഇവിടെ 2 എണ്ണം. ഹൈഡ്രജൻ ബാലൻസ് അല്ല. അടുത്തത് ഓക്സിജൻ നോക്കാം മക്കളെ. ഓക്സിജൻ ഇവിടെ 2 എണ്ണം, ഇവിടെ എത്രയാണ്? ഒരു ഓക്സിജൻ ഉള്ളത് എന്താ? ഒരു ഓക്സിജൻ. ഓക്സിജനും ബാലൻസ് അല്ല. ഇതാണ് നമ്മുടെ കറന്റ് ഫിഗർ. അപ്പൊ കാർബൺ ബാലൻസ് ആക്കി എന്ത് ചെയ്യണം മക്കളെ? നമ്മളിവിടെ 3 കൊണ്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 3 ആക്കി സാർ. ക്ലിയർ ആണല്ലോ? അപ്പൊ കാർബണിന്റെ എണ്ണം 3 ആയി. ഇനി ബാക്കിയുള്ളവർ എന്തെങ്കിലും ചേഞ്ചസ് വന്നോ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചേഞ്ചസ് എഴുതണ്ട. റൈറ്റ് സൈഡിൽ നോക്കാം. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഓക്സിജൻ, ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ 2, അത് അങ്ങനെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഓക്സിജൻ മാറി. ഇവിടെ 2 into 3 6, 3 into ഈ 2 ചെയ്യാം. 6 ഓക്സിജൻ, ഇവിടെ 1 ഓക്സിജൻ. അപ്പൊ 6 + 1 7 ഓക്സിജൻ. ഓക്സിജൻ എണ്ണം 7. ഓക്കെ, അപ്പൊ കാർബൺ ബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം എന്താ? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ 8 ആണുള്ളത്. ഹൈഡ്രജൻ നമുക്ക് ഇവിടെ 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 4 കൊണ്ട് വിളിക്കുന്നത്. 2 into 4 8. 2 സൈഡും 8 ആയി. അപ്പൊ ഇവിടെ 4. റൈറ്റ് സൈഡിൽ ഞാൻ ചേഞ്ചസ് വരുത്തുക. അപ്പൊ റൈറ്റ് സൈഡിൽ മാറ്റും. ലെഫ്റ്റ് സൈഡിൽ ഒന്നും മാറ്റം വരുത്താൻ പാടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഹൈഡ്രജൻ 8 ആയി. ഇവിടെ 4 ഇട്ട് 8 ആയി. 4 into 2 8. ഇപ്പൊ കാർബൺ 3, അത് ഓക്കെ. ഹൈഡ്രജനും ബാലൻസ് ആയി. ഇപ്പൊ ഞാൻ ഇവിടെ 4 ഇട്ടപ്പോ ഓക്സിജൻ എന്തെങ്കിലും വ്യത്യാസം വന്നു നോക്കണം. ഓക്സിജൻ ഇവിടെ 3 into 2 6 ഉണ്ട്. 4 into 1 ഉണ്ടോ? 4 into 1 4 ഓക്സിജൻ ഉണ്ട്. 6 4 ഇപ്പൊ എത്ര ഓക്സിജൻ എന്നറിയോ? 10 ഓക്സിജൻ. സോ ദിസ് ഈസ് 10. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡ് ആണ് ഇപ്പൊ ബാലൻസ് ചെയ്യേണ്ടത്. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? 5 കൊണ്ട് കുടിക്കാം. വളരെ ഈസി അല്ലേ? എവിടെ? ഓക്സിജന്റെ ഫ്രണ്ടിൽ ബാലൻസ് കഴിഞ്ഞു. കണ്ടാ? അത്രേ ഉള്ളൂ. അപ്പൊ പ്രൊപ്പൈൻ കിട്ടിയില്ലേ? ഞാൻ അടുത്തത് ബ്യൂട്ടൈനിലേക്ക് പോവാം നമുക്ക്. അല്ല, ഇതൊക്കെ ഒറ്റ സ്റ്റെപ്പ് കിട്ടി. പ്രൊപ്പൈൻ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് കിട്ടി. ഫ്രാക്ഷൻ വരുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പെന്റേൻ വരെ പഠിക്കണം കേട്ടോ. ബ്യൂട്ടൈൻ. ഓക്കെ, ബ്യൂട്ടൈൻ എങ്ങനെ എഴുതും? C4 4 കാർബൺ. ഹൈഡ്രജന്റെ ഇരട്ടി +2 8 +2. അപ്പൊ 10. in the presence of oxygen gives എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എന്താണ്? വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? വാട്ടർ ആണ് കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന്
ആലോചിച്ച് നോക്കുക എങ്ങനെ ഇത് ബാലൻസ് ചെയ്യും എന്ന് ഒരു ബുക്കിൽ എഴുതി ഒന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്ത് നോക്കുക. എന്നിട്ട് പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ സാറ് ചെയ്യാൻ പോലും വേണ്ട ചെയ്യാൻ പോലും നമുക്ക് നിങ്ങളെ നോക്കി നിൽക്കാനായിട്ട് സമയമില്ല, കാരണം ഓൺലൈൻ ലൈവ് അല്ലല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലിയർ. അപ്പൊ ഇവിടെ കാർബണിന്റെ എണ്ണം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ 4 കാർബൺ ആണ്, റൈറ്റ് സൈഡിൽ 1 കാർബൺ. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ 10 ആണ്, ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം 2, ഇവിടെ ഓക്സിജന്റെ എണ്ണം 2 ആണ്, ഓക്സിജന്റെ എണ്ണം 2, 1, 3. കിട്ടിയോ? 2 ഓക്സിജൻ ഇവിടെ, 1 ഓക്സിജൻ ഇവിടെ, 3. ഇത് കാർബണിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. സ്വാഭാവികമായിട്ട് ഇവിടെ 4 കൊണ്ട് വിളിച്ചാൽ മതി. അപ്പൊ 4 ഞാൻ കിട്ടും. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല, ലെഫ്റ്റ് സൈഡ് അങ്ങനെ. റൈറ്റ് സൈഡിൽ വ്യത്യാസം വന്നു നോക്കാം. ഹൈഡ്രജൻ വ്യത്യാസം വന്നിട്ടില്ല, ഓക്സിജൻ വ്യത്യാസം വന്നു. 4 × 2 8 ഓക്സിജൻ ഇവിടെയും, ഇവിടെ ഒരു ഓക്സിജൻ, അപ്പൊ 9 ഓക്സിജൻ. ഓക്സിജന്റെ എണ്ണം 9. ഓക്കെ, ഇനി ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 10 ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 ഉള്ളൂ. ഇത് 10 ഇവിടെ ആക്കാൻ വേണ്ടി ഇവിടെ 5 കൊണ്ട് വിളിക്കാം. കണ്ടോ? സോ ദിസ് ഈസ് 5 വെച്ചിട്ടു. ഓക്കെ, ഇനി ഓക്സിജൻ വ്യത്യാസം വന്നോ നോക്കാം. നമുക്ക് ഇവിടെ 4 × 2 8 ഓക്സിജൻ, ഇവിടെ 5 ഓക്സിജൻ, 8ഉം 5ഉം. അതായത് എത്ര ഓക്സിജൻ വന്നു? 2 10 13 ഓക്സിജൻ. മനസ്സിലായോ? ഇവിടെ 10, ഇവിടെ 4. ഇനി പ്രശ്നം നമ്മുടെ ഓക്സിജനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ 13 ഉണ്ട്. നേരത്തെ പറയാം 7 വന്ന പോലെ കേസ് ഓർമ്മയുണ്ടോ? 13 കൊണ്ട് ഇവിടെ ഗുണിക്കുക, 2 കൊണ്ട് ഹരിക്കുക, അപ്പൊ 2 വെട്ടി 13 ആവും. അപ്പൊ നമുക്ക് ഗുണിക്കേണ്ടത് ആരാണ്? 13/2. അപ്പൊ ഓക്സിജന്റെ ഫ്രണ്ടില് 13/2 കൊണ്ട് ഗുണിക്കാം. ഫ്രാക്ഷൻ വന്നു. വളരെ സിമ്പിൾ ആണ്. ഫ്രാക്ഷൻ വന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ കൊണ്ട് എല്ലാവരെയും ഗുണിക്കും. സോ ഈ ഹോൾ ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് 2. ഓക്കെ, now the equation becomes 2C4H10 plus ഇത് മൾട്ടിപ്ലൈ വിത്ത് 2 വരുമ്പോൾ ഈ 2 മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? 13 O2 gives 2 × 4 8 CO2 പ്ലസ് 2 × 5 10H2O. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. കണ്ടോ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ, കറക്റ്റ് ആയിരിക്കും. ക്ലിയർ? യെസ്. ഇനി നമുക്ക് പെൻഡേൻ നോക്കാം. പെൻഡേൻ വരെ ഉള്ളൂ കേട്ടോ, പേടിക്കണ്ട. പെൻഡേൻ വരെ പഠിച്ചു കൂട്ടി പിന്നെ എന്ത് ചോദിച്ചാലും അത് ഈസിയാണ്. ഓക്കെ, അത് പെൻഡേൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആണ്. ഹൈഡ്രജന്റെ എണ്ണം പറഞ്ഞ ഇരട്ടി പ്രശ്നമുണ്ട്, 12 പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. ഓക്കെ, ലെസ് ബാലൻസ് കാർബൺ ഹൈഡ്രജൻ. ഞാൻ വേഗം ചെയ്യട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇത് ലെഫ്റ്റ് റൈറ്റ്. ക്ലിയർ? കാർബൺ 5 ഓക്കെ, ഇവിടെ കാർബൺ വരണം. ഹൈഡ്രജൻ ഇവിടെ 12. ഓക്കെ, ഇവിടെ 2. ഇപ്പൊ എന്ത് എളുപ്പം നോക്കിയേ, ഓക്സിജൻ 2. ആദ്യം നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നി. ഇവിടെ ഓക്സിജൻ ഇവിടെ 2, ഇവിടെ 2, 3. ഓക്കെ, നിങ്ങൾ തന്നെ പറയാം. കാർബൺ ബാലൻസ് ചെയ്യണം. ഇവിടെ 5 ഉണ്ട്, ലെഫ്റ്റ് സൈഡ് 5 കാർബൺ, അവിടെ 5 കൊണ്ട് വിളിച്ചാൽ. സോ ദിസ് ഇസ് 5. അപ്പൊ ലെഫ്റ്റ് സൈഡ് ചേഞ്ച് ഇല്ല, ലെഫ്റ്റ് സൈഡ് അങ്ങനെ റൈറ്റ് സൈഡ് ചേഞ്ച് വന്നു നോക്കണം. ഹൈഡ്രജൻ ചേഞ്ച് ഇല്ല, പക്ഷെ ഓക്സിജൻ ചേഞ്ച് വന്നു. എങ്ങനെയാണ്? 5 × 2 10 ഓക്സിജൻ ഇവിടെ പ്ലസ് ഇവിടെ ഒരു ഓക്സിജൻ 11 ഓക്സിജൻ. ഓക്കെ, ക്ലിയർ? ഇനി കാർബൺ ബാലൻസ് ചെയ്യണം. കാർബൺ 12 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ, അപ്പൊ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. കേട്ടാ? അപ്പൊ ഇനി വ്യത്യാസം വന്നു നോക്കി. വ്യത്യാസം വന്നു. എവിടെ വ്യത്യാസം വന്നു? കാർബണിൽ വ്യത്യാസം വന്നു, കാർബൺ ബാലൻസ് ആയി. ഹൈഡ്രജൻ വ്യത്യാസം വന്നു, ഇവരൊക്കെ എന്താണ്? ബാലൻസ്ഡ് ആയി. ഓക്സിജനിലാണ് മെയിൻ ആയിട്ട് വ്യത്യാസം വന്നത്. ഓക്സിജൻ ഇവിടെ 10 ആയി, 2 10. ഇവിടെ നോക്കിയാൽ 6 1 6 16 ഓക്സിജൻ വന്നു. ഇനി ഈസിയാണ്, കണ്ടോ? ഇങ്ങനെ വന്ന ഈസിയാണ്. നമുക്കൊരു നല്ല നമ്പർ, ഈവൺ നമ്പർ കിട്ടിയാൽ വളരെ എളുപ്പം. 16 ആണെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് വിളിച്ചാൽ മതി? 8 കൊണ്ട് വിളിച്ചാൽ മതി. എവിടെ? ഓക്സിജന്റെ മുന്നിൽ. കഴിഞ്ഞ് ബാലൻസ്. കേട്ടോ? സോ ഇതാണ് നമ്മൾ എഴുതേണ്ട ഉത്തരങ്ങൾ. കിട്ടിയല്ലോ? അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ അവർ നമുക്ക് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തരില്ല, റൈറ്റ് സൈഡ് തരില്ല, ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം, റൈറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അങ്ങനെ പല കാര്യങ്ങളാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ് 2C4H10 പ്ലസ് 13O2. ഇത് അവർ തന്നു, നിങ്ങൾ ബാലൻസ് ചെയ്യേ വേണ്ട. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സാധനം തന്നു, ഇത് നമ്മളോട് ഫില്ല് ചെയ്യാം.
അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ബാലൻസിങ് ചെയ്ത സമയം കളയരുത്. നമുക്കറിയാം ഇവിടെ വരുന്ന ആൾക്കാർ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഇവിടെ എന്താ വരുന്നത് വാട്ടറും ആണെന്ന് നമുക്ക് അല്ല. അപ്പൊ ഇവിടെ നോക്കി കാർബൺ എത്ര ഇവിടെ നോക്കിയാൽ അറിയാം 4 × 2 8. ആ ചുമ്മാ 8 അവിടെ ഇട്ട് കൊടുക്കുക കണ്ടോ 8 CO2. ഓക്കെ. ഇനി ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ ഇവിടെ എത്ര നോക്കി ഇവിടെ 10 ഹൈഡ്രജൻ ഉണ്ട്. ഇത് 2 10 × 2 20 ഹൈഡ്രജൻ 20 എണ്ണം വേണ്ടേ വേണം. പക്ഷെ ഇവിടെ എത്ര 2 എണ്ണം 20 ആണെങ്കിൽ ഇവിടെ ഒരു 10 ഇട്ട് കൊടുക്കുക. പരിപാടി ക്ലിയർ? യെസ് യെസ്. ഇനിയാണ് നമ്മുടെ ട്രിക്ക് സാറ് പറയാൻ പോണത്. ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റേത് ചെയ്യത്തേയില്ല. പക്ഷെ എല്ലാവർക്കും ട്രിക്ക് ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ട്രിക്കിലേക്ക് പോവാം. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആളെ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇതാണല്ലോ, ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഇങ്ങനെയാണ് നമുക്ക് വരാം. നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതിയപ്പോൾ നമുക്ക് കണ്ടത് എത്രയാണ്? നമുക്ക് കണ്ടത് 2C4H10 പ്ലസ് എത്ര ഓക്സിജൻ? സോറി, ഇവിടെ ഓക്സിജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ടായിരുന്നു? 13 അല്ലേ? ഓക്കെ, 13 ഓക്സിജൻ ഗീവ്സ്. നമ്മളിപ്പോ ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ചത് 8 CO2 പ്ലസ് 10 H2O. ഓക്കെ. ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് ഉത്തരവ് എഴുതാനും പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് രണ്ടും തന്നിട്ട് ബാക്കി അതും നമുക്ക് മനസ്സിലായി. പരീക്ഷയ്ക്ക് ചോദിക്കാം, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് കമ്പഷൻ ഓഫ് ബ്യൂട്ടൈൻ. ഇതാണ് പരീക്ഷയുടെ ചോദ്യം. ബ്യൂട്ടൈൻ കത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളും അതിന്റെ രാസസമവാക്യങ്ങളും എഴുതും, ബാലൻസിങ് ഉൾപ്പെടെ. നിങ്ങൾ കാണാപ്പടം പഠിക്കൂ. ബ്യൂട്ടൈൻ എഴുതാൻ പറ്റും, ഓക്സിജൻ, ഇതൊക്കെ ഇത്ര എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റും. ഈ ബാലൻസിങ് കാണാപ്പടം പഠിക്കും. ആകെ 5 എണ്ണം പഠിക്കാനുള്ളത്. കാണാപ്പടം പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, എങ്ങനെ ഉത്തരം എഴുതും. നേരത്തെ സാറ് പറഞ്ഞ പോലെ ബാലൻസിങ്ങിന്റെ മെത്തേഡ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്ത് ഉത്തരം എഴുതാം, നല്ല കാര്യം. അല്ലാതെ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാം. അതിനൊരു മാർഗം ഉണ്ട്. ആ മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജനറൽ ഫോർമുല ശ്രദ്ധിച്ചു. CXHY പ്ലസ് O2. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, CXHY പ്ലസ് O2 ഉണ്ടാവുമ്പോൾ നമുക്കിവിടെ കാർബൺ ഡൈ ഓക്സൈഡും എന്താണ് വാട്ടറും ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇവിടെയുള്ള Y കണ്ടോ, ഇവിടെയുള്ള Y അതിന്റെ പകുതി ഇവിടെയുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ, പകുതി ഇവിടെയാണ്. ഇവിടെയുള്ള വൈയുടെ പകുതി ഇവിടെയാണ്. ഓക്കെ, ക്ലിയർ. ഇനി ഇവിടെയുള്ള എക്സ് ഉണ്ടല്ലോ, എക്സ്, ആ എക്സ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആഡ് ചെയ്യണം. പ്ലസ് ഉണ്ടാവും ഈ എക്സിനോട് പ്ലസ് ഈ വൈയുടെ പകുതിയല്ല /4. ഒന്നുകൂടി സാറ് പറയാം, CXHY. ഇതാണ് എക്സും വൈ എന്താ സൂചിക്കുന്ന എണ്ണമാണ്, കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും. എക്സ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണം, വൈ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ എണ്ണം. പ്ലസ് ഇവിടെ ഏതിന്റെ സാധനങ്ങള് എക്സ് പ്ലസ് ഈ എക്സ് പ്ലസ് വൈ. ഓക്കെ, വൈയുടെ താഴെ ഒരു 4 ഇടണം. അത്രയും ഓക്സിജൻ ഗീവ്സ്. ഇനി ഇവിടെ CO2 നമുക്കറിയാലോ, കാർബൺ എക്സ് CO2 പ്ലസ് ഇവിടെ നിങ്ങൾ വൈയുടെ പകുതി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മക്കളെ ഇക്വേഷൻ കണ്ട് സോറി ഇത് പഠിക്കണ്ട, ഒന്നുമില്ല, ഈസിയാണെന്ന്. കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും അറിയണം. ഇത് രണ്ടും കൂടി കൂട്ടാദ്യം. എങ്ങനെ കൂട്ടേണ്ടത്? കാർബണിന്റെ എണ്ണം പ്ലസ് ഹൈഡ്രജന്റെ എണ്ണത്തിന്റെ താഴെ ഒരു 4 ഇടണം. അത്രയും ഓക്സിജൻ ഉണ്ടാവും. ഇനി കാർബണിന് എത്ര എണ്ണ ഉണ്ടോ അത് ഇവിടെ എഴുതാം. ഓക്കെ, ഹൈഡ്രജൻ എത്ര എണ്ണ ഉണ്ടോ അതിന്റെ പകുതി വാട്ടറിന്റെ ഫ്രണ്ടിൽ എഴുതാം. നമുക്ക് ഇനി ഇതൊന്ന് ബാലൻസ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇതിന്റെ ഉത്തരം എഴുതി നോക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 ആണ്, കാർബണിന്റെ എണ്ണം 4. വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്, ഹൈഡ്രജന്റെ എണ്ണം 10. കിട്ടി. അപ്പൊ നമ്മുടെ ഫോർമുല എഴുതാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കണം, എക്സ് പ്ലസ് y/4. നോക്കാം നമുക്ക്. എക്സ് പ്ലസ് y/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് 4 പ്ലസ്
y/4 പറഞ്ഞാൽ 10/4. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഈ 4 തമ്മിൽ ഗുണിക്കുക. 4 16 പ്ലസ് 10 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര വരാം? 16 10 26/4. അതിനെ വെട്ടി ചെറുതാക്കുക, അതായത് 13/2. അപ്പോ ഇതിന്റെ ഉത്തരം, അതായത് ഇവിടെ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത് 13/2. ഓക്കെ, കാർബൺ ഇവിടെ 4, ഹൈഡ്രജൻ എത്രയാണ് ഹൈഡ്രജൻ? 10. അപ്പൊ ഇത് കിട്ടി 13/2. ഒന്നുകൂടി സാർ പറയാം. വളരെ ഈസിയാണ്. ഈ ഓപ്ഷന്റെ ഫ്രണ്ടിൽ എഴുതേണ്ടത് എന്താണ്? എക്സ് പ്ലസ് y/4. എക്സ് എന്താണ്? 4. y എത്രയാണ്? 10. അപ്പൊ എക്സ് പ്ലസ് y/4 കണ്ടു നോക്കുക. 4 പ്ലസ് 10/4. ഇതിന് കൂട്ടാൻ പറ്റില്ല, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യും. 4 × 4 16 പ്ലസ് 10/4. ഓക്കെ, 16 10 26/4. രണ്ടിനെയും വെട്ടി ചെറുതാക്കി, 2 കൊണ്ട് വേണ്ട. 13/2. 13/2 ആണ് നിങ്ങൾ ഓക്സിജന്റെ ഫ്രണ്ടിൽ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. വീണ്ടും ഇവിടെ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 4 CO2 പ്ലസ് ഇവിടെ y/2 ആണ് എഴുതേണ്ടത്. y/2 എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 H2. നമ്മുടെ ഉത്തരം കഴിഞ്ഞു. ഇത് ബാലൻസ്ഡ് ആണ് ഇപ്പോ. പക്ഷെ സാറ് പറഞ്ഞത് ഇങ്ങനെ ഫ്രാക്ഷൻ വേണ്ട, ഈ 2 കൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഗുണിച്ച് ആ ഫ്രാക്ഷൻ കളയണം. അപ്പൊ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആളുടെ മുന്നില് കണ്ടോ 2 ഇടണം. ഈ 2 ഇവിടെ ഗുണിക്കണം, ഇത് പോവും. 13. ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8. ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര? 10. കണ്ടോ? നമ്മൾ ഉത്തരവായില്ലേ? യെസ്. ഈ ഫോർമുല ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഡയറക്റ്റ് നമുക്ക് ഉത്തരം എഴുതാം. വേഗം ശ്രദ്ധിച്ചു. ഇനി ഇവിടെ വെച്ച് മനസ്സിലായി സാറേ എനിക്ക് ഇത് വേണ്ട, എനിക്ക് നമുക്ക് ആദ്യം മുതലേ നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. നോക്കിക്കോളൂ. CH4 പ്ലസ് O2 gives CO2 പ്ലസ് H2. സാറാണ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതെങ്കിൽ സാറ് നോക്കണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ, ഇവിടെ 4 ഹൈഡ്രജൻ. ഓക്കെ, അപ്പോ CH4 ഓക്സിജന്റെ ഫ്രണ്ടിൽ ഇത് 2 കൂടി കൂട്ടണം. അപ്പൊ ഞാനിങ്ങനെ കൂട്ടി വെക്കും. 1 പ്ലസ് 4/4 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. ഓക്കെ, 2 ഓക്സിജൻ. ഇതിന്റെ മുന്നിൽ ഈ കാർബൺ തന്നെ എഴുതണം. അത് 1 ആണ്, അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് H2 എങ്കിൽ ഇതിന്റെ പകുതി. ഓക്കെ, 2 H2O. കഴിഞ്ഞു മക്കളെ, ബാലൻസ് ആയി. കാർബൺ 1 ഹൈഡ്രജൻ 4 ഓക്സിജൻ 4, ഇവിടെ 2 ഇവിടെ 4. കറക്റ്റ് ആണോ? ഒന്നുകൂടി സാറ് പറയാം. സാറ് നോക്കിയത് ഇവിടെ കാർബൺ എണ്ണം 1, എക്സ് എന്ന് പറഞ്ഞാൽ 1, വൈ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഇവിടെ എഴുതേണ്ട ആളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 കൂടി കൂട്ടണം. അത് എങ്ങനെ കൂട്ടണം വെച്ചാൽ 1 പ്ലസ് വെറുതെ 4 അല്ല, അതിന്റെ താഴെ ഒരു 4 ഇടാൻ മറക്കരുത്. അപ്പൊ മുകളിൽ താഴെ 4 ആയത് വെട്ടിപ്പോയി. 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. അപ്പൊ ഡയറക്റ്റ് 2 കൂടി. ഇനി ഇവിടെയുള്ള ഈ 1 തന്നെയാണ് ഇവിടെ വരുന്നത്. 1 ആയതുകൊണ്ട് എഴുതൂലല്ലോ. ഓക്കെ, ഇനി ഇവിടെയുള്ള 4ന്റെ പകുതി ഇവിടെ ഇടും. ഇനി അടുത്ത ആൾ എഴുതും. അടുത്ത ആളെന്ന് പറയുന്നത് ഇതിനാണ് അല്ലെ. ഓക്കെ, C2H6 പ്ലസ് O2 gives CO2 പ്ലസ് H2O. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് ഇവിടെ താഴെ, എക്സ് എന്ന് പറഞ്ഞാൽ 2, വൈ എന്ന് പറഞ്ഞാൽ 6. അപ്പൊ എനിക്ക് എക്സ് പ്ലസ് y/4, അതായത് ഈ 2നോട് 6 കൂട്ടി അതിന്റെ താഴെ 4. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാൻ പറ്റത്തില്ല അല്ലെ. നമുക്ക് വെട്ടിച്ചെറുതാക്കിയിട്ട് കൂട്ടാം, അങ്ങനെ വേണ്ട. 4 × 2 എത്രയാണ്? 8 പ്ലസ് 6/4, അതായത് 8 × 2 10 14/4. വെട്ടിച്ചെറുതാക്കുക 7/2. അപ്പൊ ഞാൻ എഴുതാൻ പോണത് ഇതാണ്. C2H6 പ്ലസ് ഓക്സിജന്റെ മുന്നിൽ 7/2 ഓക്സിജൻ ഗീസ് ഈ 2 ഇവിടെ 2CO2 പ്ലസ് ഇവിടെയുള്ള ഹൈഡ്രജന്റെ പകുതി ഇതിന് മുന്നിൽ എഴുതാം. അപ്പോൾ 6/2 എന്ന് പറയുമ്പോൾ 3. കണ്ടോ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? y/2 ആണ് അവിടെ എഴുതേണ്ടത്. 6 ആണ് ഇവിടെ. അപ്പൊ 6/2 എന്ത് എഴുതണം? 3 എഴുതി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഫ്രാക്ഷൻ വന്നു അല്ലെ. അപ്പൊ ഫ്രാക്ഷൻ കളയാൻ വേണ്ടി ഈ 2 ഉപയോഗിച്ച് എൻ്റർ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × ഇത് ചെയ്യുമ്പോൾ 2C2H6 പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ ഇത് 2 വെട്ടിപ്പോ 7O2 gives 2 × 2 4CO2 പ്ലസ് 2 × 3 6H2O. മനസ്സിലായോ? ഇങ്ങനെയാണ് ബാലൻസ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് ഈസ് പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിൻ എത്ര കാർബൺ ആണ്? C3. അതിന്റെ ഇരട്ടി എത്രയാണ്? 6 + 2 8 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ
ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് H2O. സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ബ്യൂട്ടേൻ നമ്മളിപ്പോൾ ചെയ്തു, മീഥേൻ ചെയ്തു, ഈഥേൻ ചെയ്തു. ഇനി പ്രൊപ്പെയിൻ ആണ്. ദിസ് ഇസ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുന്നു. അപ്പൊ ഫോർമുല ഉപയോഗിച്ചാണെങ്കിൽ എക്സ് ഇവിടെ 3 ആണ്, വൈ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ആദ്യം തന്നെ 3 + 8/4 എന്ന് പറയുമ്പോൾ 3 + 8/4 2 ആണ്, അതായത് 5. വളരെ ഈസിയാണ്. ഇവിടെ C3H8 ഇവിടെ 5 ഇടാം, 5O2 ഗീവ്സ് ഈ 3 നമ്മൾ ഇവിടെ ഇടണം, 3CO2 പ്ലസ് ഇതിന്റെ പകുതി ഇവിടെ ഇടണം, 4H2O. ഒന്നുകൂടി നോക്കി സാർ പറഞ്ഞത്. ഇവിടെ ആദ്യം നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടി, കണ്ട 3 പ്ലസ് ഇതിന്റെ താഴെ ഒരു 4 ഇട്ടിട്ട് കൂട്ടി, 8/4 2, 5 കിട്ടി. ഈ 5 ആണ് നമ്മൾ ഇവിടെ എഴുതി. ലെഫ്റ്റ് സൈഡ് അത്രേ ഉള്ളൂ. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഈ സി തന്നെ ഇവിടെ കൊണ്ടുവന്നിടണം, ഇതിന്റെ പകുതി ഇവിടെ ഇടാം. കിട്ടിയോ? അത്രേ ഉള്ളൂ. ഈ ബാലൻസ് എല്ലാം നോക്കി 3 കാർബൺ 3 കാർബൺ, 8 ഹൈഡ്രജൻ 8 ഹൈഡ്രജൻ, 10 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 6 ഓക്സിജൻ. ബ്യൂട്ടേൻ നമ്മൾ ചെയ്തതാണ്. ഈ പെൻഡെ നോക്കാം. പെൻഡെ 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 C5H എത്ര വരും? 10 + 2 12 പ്ലസ് ഓക്സിജൻ ഗീവ്സ് CO2 പ്ലസ് H2O. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ x = 5 ആണ്, y = 12. x ഇത്, y ഇത് കിട്ടിയാലോ. ഇനി എന്താ നമ്മുടെ ഫോർമുല? x + y/4. അതാണ് ഓക്സിജന്റെ ഫ്രണ്ടിൽ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? x ഇവിടെ 5 ആണ്, y 12 ആണ്. 5 + 12/4, 5 + 12/4 3, 8. പെട്ടെന്ന് ആൻസർ കിട്ടി. 8 ഇടാം, 8 കൊടുത്തു കേട്ടാ. ഇനി എന്ത് ചെയ്യണം? ഈ 5 തന്നെ നമ്മൾ ഇവിടെ ഇടാം, 5CO. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ പകുതി ഇവിടെ ഇടാം, അതായത് 6. വേണ്ട, എന്ത് പെട്ടെന്ന് ആൻസർ കഴിഞ്ഞ് ബാലൻസിങ് ഒന്നും ചെയ്യണ്ട. ഓക്കെ. ഇനി ഹെക്സെയിൻ 6 എന്നുള്ളത് അതും കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 6 നമ്മൾ ബാലൻസ് ചെയ്തില്ലല്ലോ, 6 അതും കൂടുതൽ വന്നപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ഇതാണ് ഏറ്റവും എളുപ്പം ഇപ്പൊ മനസ്സിലാവും. C6H14 വരും, 12 + 2 പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. x = 6, y = 14. അപ്പോൾ x + y/4 ചെയ്യണം. അപ്പൊ 6 + 14/4. നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കാം അല്ലെ, 7/2. അപ്പൊ എന്താവും? 6 + 7/2. ഇത് ഗുണിക്കുക, 6 × 2 12 പ്ലസ് 7/2, 12 7 19/2. അപ്പൊ നിങ്ങളോട് ഗുണിക്കേണ്ട സംഖ്യ എന്താണ്? 19/2. 19/2. ഓക്കെ, 19/2. നല്ല ഭംഗിയില് 19/2. ഓക്കെ. ഇനി ഈ 6 ഇവിടെ ഇവിടെ 6, ഇനി ഇതിന്റെ പകുതി ഇവിടെ 7. അപ്പൊ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫ്രാക്ഷൻ വന്നാൽ ഈ ഫ്രാക്ഷൻ ഉള്ള ഈ 2 ഉപയോഗിച്ച് എൻ്റെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ 2 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ബിക്കം, ഇവിടെ എന്താ 2C6H14 പ്ലസ് ഇവിടെ പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ, 19 ഓക്സിജൻ ഗീവ്സ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 CO2 പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 H2. ദിസ് ഈസ് ദ ആൻസർ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നതെന്നും അല്ല ബാലൻസിങ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കമ്പഷൻ റിയാക്ഷൻ ചെയ്യുന്നതെന്നും മനസ്സിലായി. കിട്ടിയോ? ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും പഠിച്ച ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനും അഡീഷനും, പാർട്ട് 2 പഠിച്ചിട്ടുള്ള പോളിമറൈസേഷൻ, ഇപ്പോൾ നമ്മൾ പാർട്ട് 3 പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പഷൻ, തെർമൽ ക്രാക്കിംഗ്, ഇതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു ടേബിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടോപ്പിക്കിന്റെ താഴെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതൊന്ന് ഫില്ല് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ മാത്രം കാണുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല, കാരണം അവർ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ല. അപ്പൊ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ബാക്കി കാണുക. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ടേബിളും കൂടി ഒന്ന് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. അല്ല പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടു വന്ന കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത് നേരത്തെ പഠിച്ച് മനസ്സിലാക്കിയ കുട്ടികളെ സംബന്ധിച്ച് ഇനിയുള്ള പോർഷൻസിലാണ്. ക്ലിയർ? യെസ്. ഇനി അതിനുശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ലേറ്റസ്റ്റ് എസ്എസ്സിലെ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസും ഈ പറയുന്ന 5 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊക്കെ? സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ, ഇപ്പൊ പഠിച്ച കമ്പഷൻ, തെർമൽ ക്രാക്കിംഗ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്
അതും കൂടി ചെയ്യുന്നതോടെ ഇന്നത്തെ പാർട്ട് 3 നമ്മളെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ തുടർന്നും കാണുക, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ടേബിൾ ഫില്ല് ചെയ്യുന്നത്, അതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഈ കമ്പഷന്റെ താഴെ ഏറ്റവും താഴെ ടേബിൾ കൊടുക്കുന്നുണ്ട്, അതൊന്ന് നോക്കുക. അത് അവിടെ ഉത്തരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, നമ്മൾ അതിന്റെ ചോദ്യങ്ങൾ മാത്രം നോക്കുക, എന്നിട്ട് ഉത്തരങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, സാറിന്റെ ഒപ്പം തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു റോ മാത്രം നോക്കാം. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2 ഇങ്ങനെ ഒരു ഗേസ് വന്നിട്ടുണ്ട്, നിക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട്, നിക്കൽ NI. എന്നിട്ട് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് റിയാക്ഷൻ ഏതാണ്, റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണെന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്ത് റിയാക്ഷൻ ആണെന്ന് എഴുതണം. ഓക്കെ, ഫൈനൽ പ്രോഡക്റ്റ് എഴുതാൻ നമുക്ക് റിയാക്ഷൻ എഴുതാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഫസ്റ്റ് നമ്മൾ പഠിച്ച അഡീഷൻ റിയാക്ഷൻ, അതായത് ഡബിൾ ബോണ്ടുള്ള ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ എന്താണ് ആഡ് ചെയ്തിട്ട്, ഹൈഡ്രജനുമായിട്ട് ആഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നത്, നമ്മൾ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറ്റും. അപ്പോൾ ഇവിടെ ഈ രണ്ട് കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ടുള്ള ഒരു കോമ്പൗണ്ട് വേണം ഇവിടെ ഉണ്ടാവാൻ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എത്ര ഹൈഡ്രജൻ വരും, 2 × 2 4 ഹൈഡ്രജൻ. കണ്ടോ, 2 ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, 2 ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും. അപ്പോ CH ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്, 2 റോഡിയും വരുമ്പോൾ 3. ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 റോഡിയും വരുമ്പോൾ 3, സിംഗിൾ ബോണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഡെയിൻ ആണ്. ഓക്കെ, പക്ഷെ പരീക്ഷയ്ക്ക് ഇത് മാത്രം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ബാലൻസ് ചെയ്യാൻ തരികയാണെങ്കിൽ നിങ്ങൾ 2 സ്റ്റെപ്പ് എഴുതേണ്ടി വരും. അതായത് നോക്കിക്കോളൂ, CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2 ഗീവ്സ് ആദ്യം ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാം. അപ്പൊ എന്താവും, CH ഡബിൾ ബോണ്ട് CH. ഓക്കെ, എന്നിട്ട് ഈ 2 ഹൈഡ്രജൻ ഒരാൾ ഇവിടെ വന്ന് ചേരും, ഒരാൾ ഇവിടെ വന്ന് ചേരും. അപ്പൊ എന്താവും, CH2 വീണ്ടും അതെടുത്ത് എഴുതാം. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 വീണ്ടും ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവുന്നു, ഈ ഒരു ബോണ്ട് കൂടി ബ്രേക്ക് ആവും. അപ്പൊ CH സിംഗിൾ ബോണ്ട് CH, ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഇവിടെ വന്നു, ഒരു ഹൈഡ്രജൻ ഇവിടെ വന്നു, അപ്പൊ 3 ആവും. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. മനസ്സിലായോ? ഇതെന്ത് റിയാക്ഷൻ ആണ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അത്രേ ഉള്ളൂ തന്നെ. ക്ലിയർ? യെസ്. രണ്ടാമത്തെ നോക്കാം നമുക്ക്. രണ്ടാമത്തെ റോ. രണ്ടാമത്തെ റോയില് CH2, രണ്ടാമത്തെ റോ ആയിട്ടാ, CH2 Cl2 പ്ലസ് Cl2 in the presence of sunlight പ്ലസ് HCl ഇവിടെ മിസ്സിംഗ് ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാലോ, സൺലൈറ്റ് കണ്ടാൽ തന്നെ അറിയാം എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ ആദ്യം പഠിച്ച റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഒരു ഹൈഡ്രജനെ കുറയ്ക്കണം, ഒരു ക്ലോറിനെ കൂട്ടണം. ഇവിടെ ഒരാളെ കുറയ്ക്കണം, ഇവിടെ ഒരാളെ കൂട്ടണം. അത്രേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ CH2 എന്നുള്ളത് എന്താവും, CH1 ആവും. 2 എന്താണ് 1 ആയി, ഇത് 2 1 ആയി. ഈ 2 എന്താണ് നിങ്ങൾ 3 ആക്കണം. ഇവിടെ മൈനസ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ Cl3 ആവും. കണ്ടോ, ഇവിടെ നോക്കി CH2 Cl2 പ്ലസ് Cl2 ഗീവ്സ് എന്താണ്, ഒരു Cl ഇവിടെ വന്ന് ചേരും, ഒരു ഹൈഡ്രജൻ എന്താണ് ബാക്കിയുള്ള ഒരു Cluമായിട്ട് പോകും. അപ്പൊ ഇവിടെ എഴുതേണ്ട ആൻസർ ഇതാണ്, CH Cl3. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ പേരെന്താണ്, ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മെത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് Ni, ക്ലോറിൻ വന്നതുകൊണ്ട് ക്ലോറോ, 3 ക്ലോറിൻ വന്നതുകൊണ്ട് ട്രൈക്ലോറോമീഥേൻ. കണ്ടാ, അത്രേ ഉള്ളൂ. 4 വന്നാൽ ടെട്രാക്ലോറോ, 2 വന്നാൽ ഡൈക്ലോറോമീഥേൻ, 1 ഉള്ളെങ്കിൽ ക്ലോറോമീഥേൻ. അത് കഴിഞ്ഞു. ഈ റിയാക്ഷൻ എന്താണ്, അതാണ് നമ്മുടെ ചോദ്യം. റിയാക്ഷൻ ഏതാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ റിയാക്ഷന്റെ പേര് എഴുതണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷന്റെ റിയാക്ഷൻ പ്രത്യേകത, അവിടെ സൺലൈറ്റ് ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും, അല്ലെ? അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. കണ്ടോ? യെസ്. അപ്പൊ ഇത് പഠിച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ കണ്ട കുട്ടികൾക്ക് ഇതൊക്കെ വളരെ ഈസിയാണ്, അവർ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് കേട്ടോ. സൺലൈറ്റ് ഒക്കെ എഴുതാൻ മറക്കരുത്. യെസ്. ഇനി അതിനകത്ത് അടുത്തൊരു സാധനം വരുന്നത്, ആ N കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, NCH2 ഡബിൾ ബോണ്ട് CH2. ഇത്ര എഴുതാം. N കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താ സാധനം, കണ്ടോ? ഈഥീൻ എന്താണ്, കുറെ എണ്ണം എടുത്തിട്ട്
എന്തായിട്ട് മാറും? പോളിത്തീനായിട്ട് മാറും. നമ്മൾ എവിടെ പഠിച്ചു? പോളിമറൈസേഷനിൽ, കഴിഞ്ഞ പാർട്ടിൽ. അപ്പൊ ആ പാർട്ട് പോളിമറൈസേഷൻ 1 മണിക്കൂർ എടുത്ത ക്ലാസ്സാണ് കേട്ടോ. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഭംഗിയായി പഠിച്ചതിന് ശേഷം ഇനി അങ്ങോട്ട് കണ്ടാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉത്തരം എഴുതാൻ സാർ പഠിപ്പിച്ച ട്രിക്ക് എന്താണ്? ഇത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം, പക്ഷെ ഡബിൾ ബോണ്ട് എഴുതരുത്. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടാം, എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടാം, ഈ എന്നെടുത്ത് ഇവിടെ എഴുതാം. ദാറ്റ്സ് ഓൾ. എന്നിട്ട് ഈഥീന്റെ മുന്നിൽ ഒരു പോളി ചേർക്കാം. അപ്പൊ പോളി ഈഥീൻ. ഓക്കെ, ഇത് എന്ത് റിയാക്ഷൻ ആണ് നമ്മുടെ ചോദ്യം? പോളിമറൈസേഷൻ. ഇതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പാർട്ട് 2-ലുണ്ട്, അത് കണ്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 4ാമത്തെ റോ, ആ ടേബിളിലെ 4ാമത്തെ റോ. 4ാമത്തെ റോ എന്ന് പറയുന്നത് CH4 പ്ലസ് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ഗീവ്സ് CO2 പ്ലസ് ഇങ്ങനെ ഒരു സാധനം ഇട്ടു. ഓക്കെ, ഇതിപ്പോ പഠിച്ചതാണ്. എന്താ സാധനം? എന്തോ ആയിട്ട് പ്രവർത്തിച്ചു, അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന അടുത്ത നമുക്ക് ഉറപ്പിക്കാം വാട്ടർ. ഇവിടെ ആരുമായിട്ട് പ്രവർത്തിക്കണം? ഓക്സിജന്റെ സ്ഥാനത്ത്. എന്ത് റിയാക്ഷൻ ആണത്? ഇപ്പൊ പഠിച്ചോളൂ. എന്താണത്? കമ്പഷൻ കേട്ടാ, കമ്പഷൻ റിയാക്ഷൻ. ക്ലിയർ? യെസ്. ഇനി അഞ്ചാമത്തെ റിയാക്ഷൻ എന്താണ്? ഏതൊരു സാധനം മിസ്സിംഗ് ആണ്. പ്ലസ് H2 gives CH3 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, ഇതെന്താണ്? അപ്പൊ നോക്കൂ, 2 ഹൈഡ്രജൻ വന്ന് ചേർന്നപ്പോഴല്ലേ ഇവിടെ ഉണ്ടായത്. അപ്പോ തൊട്ട് മുന്നേ ഒരു ഹൈഡ്രജൻ ഇവിടെ കുറവായിരിക്കും. അത് എഴുതാം, CH2 CH2. അങ്ങനെയാണല്ലോ ഇവിടെ 2 ഹൈഡ്രജൻ വന്നിട്ടുണ്ടായത്. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന്റെ ബോണ്ട് ശ്രദ്ധിക്കണം, ഡബിൾ ബോണ്ട് ഇടും. അപ്പൊ മിസ്സായാലും കറക്റ്റ് ആയാലും, കാരണം എന്നാലും ഇവിടെ 2 ഹൈഡ്രജൻ 2 ബോണ്ട്, അപ്പൊ 4 ആയി. ഇതെന്താ? ഈഥീൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം എന്താണ്? ഈഥെയ്ൻ. ഇതെന്ത് സാധനമാണ്? അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അഡീഷൻ. അപ്പൊ സാറ് അഡീഷൻ റിയാക്ഷൻ ആയിരുന്നല്ലോ ആദ്യത്തെ റോയിലായിക്കോട്ടെ, അത് നമുക്ക് ഇവിടെ തന്നെ ഇവിടെ എഴുതാനായിരുന്നു. ഇത് തിരിച്ചു. അപ്പൊ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ മര്യാദക്ക് ശ്രദ്ധിച്ച് നോട്ടൊക്കെ എഴുതി പഠിക്കണം. അല്ലാണ്ട് വെറുതെ സ്കിപ്പ് ചെയ്ത് ഓടിച്ച് ഉത്തരങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി വീഡിയോ ആണ്. ഓരോന്ന് സ്റ്റെപ്പായിട്ട് പഠിച്ച് പോയാൽ ആദ്യം ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ ബ്രെയിൻ അത് ഓക്കെ വെക്കും. അല്ലാണ്ട് ചവർ പോലെ എല്ലാവർക്കും ഓടിയിടുന്ന അതും ഇതൊക്കെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നോട്ട് വേണം. നോട്ടിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്റ്റെപ്പായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ 5 ടേബിൾ കഴിഞ്ഞു. ഇനി നമുക്ക് ലെറ്റേഴ്സ് അസസിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അല്ലാതെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, യെസ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നും സാറ് വലിച്ചു നീട്ടിയൊന്നും എഴുതുന്നില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാണ്ട് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇസ് മീഥേൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ക്ലോറോമീഥേൻ. മീഥേൻ എപ്പോഴാണ് ക്ലോറോമീഥേൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിനും സൺലൈറ്റും തമ്മിൽ ചേരുമ്പോൾ, അത് തന്നെയാണ് ആൻസർ. ബാക്കി ഓപ്ഷൻ സാർ വായിക്കുന്ന പോലില്ല, കാരണം ക്ലോറിൻ പ്ലസ് സൺലൈറ്റ് എന്ന് പറയുന്നത് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ക്ലോറോമീഥേൻ ഉണ്ടാവുന്നത്. അപ്പൊ ഒന്നാമത്തെ ആൻസർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ബോർഡിൽ എഴുതുന്നുണ്ട്, ബോർഡിൽ എഴുതേണ്ട ആവശ്യമില്ല. റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ. അങ്ങനെ ക്ലോറിൻ ക്ലോറോമീഥേൻ ആവുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് പറയും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. വളരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കൺവേർട്ട് CH∼CH ബോണ്ട് ടു C2H6 ഈഥേൻ? അത് നമുക്കൊന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കുക. അതായത് CH∼CHനെ നമുക്ക് എന്താക്കി മാറ്റണം? C2H6, അതായത് ഈഥേൻ ആക്കി മാറ്റണം. അതായത് CH3 സിംഗിൾ ബോണ്ട് CH3 ആക്കി മാറ്റണമെങ്കിൽ എത്ര ഹൈഡ്രജനെ ചേർക്കണം എന്നാണ് ചോദ്യം. വളരെ ഈസിയാണ്. ഇവിടെ നോക്കി, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഇപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പൊ എത്ര ചേർക്കണം? 4 ചേർക്കണം. 4 ചേർക്കണം എന്ന് വെച്ചിട്ട് 4 ഹൈഡ്രജൻ എഴുതരുത്. 4 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ 2 എണ്ണം കണ്ടോ? അപ്പോഴാണ് 4 ഹൈഡ്രജൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചേർക്കേണ്ടത് 2H2O. നിങ്ങൾ ഇപ്പൊ പഠിച്ച ടേബിളിലെ ആദ്യത്തെ ചോദ്യം, അതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്തത് അതിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ നിങ്ങൾ എഴുതാം.
ഇവിടെ 2H2 പ്ലസ് 2H2 ഗീവ്സ് C2H6. 2H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. വേറെ അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല, വളരെ ഈസിയാണ്. അടുത്തത് വിച്ച് കാറ്റഗറി ഓഫ് ദിസ് ഇക്വേഷൻ ബിലോങ്. ഇത് എന്ത് ഇക്വേഷനാണ്, എന്ത് കാറ്റഗറിയാണ്? കാറ്റഗറി ചോദിക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, ഇല്ലാതെ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കണം. ഇതെന്താണ്? അഡീഷൻ ആണ്. ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ എന്തായി മാറി? സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ മാറി. സോ ദ ആൻസർ ഈസ് അഡീഷൻ റിയാക്ഷൻ. യെസ്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് അത് നമുക്ക് വരയ്ക്കണം, അല്ലാതെ അത് പറയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ആണ്. കെമിക്കൽ ഇക്വേഷൻ എന്താ? CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl ഗീസ് എന്താണ്? എ എന്ന് പറയുന്ന ഒരു ആളുണ്ടാവുന്നു. അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്, പ്രത്യേക തരത്തിലുള്ള അഡീഷൻ റിയാക്ഷൻ ആണ്. ഈ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവുന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കണം. സോ CH ഡബിൾ ബോണ്ട് CH ശരിയോ? ഇപ്പൊ ഈ ഡബിൾ ഇത് ബ്രേക്ക് ചെയ്ത്, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ഇവിടെയും ഒരു പൊസിഷൻ വരും എന്ന് മനസ്സിലാക്കും. അവിടെ ആര് വരും? ഒരു ഹൈഡ്രജൻ ബന്ധം ഒരു ക്ലോറിനും വന്നിച്ചിട്ട്. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ വരും, ക്ലോറിൻ ഇവിടെ വരും. ഓക്കെ, അപ്പൊ എന്താ ഇത് മാറി? CH2 ആയി. CH2 ഡബിൾ ബോണ്ട് ഇവിടെ CH ദാറ്റ് ഈസ് ആക്ച്വലി ദിസ് ഈസ് വീനൈൽ ക്ലോറൈഡ്. നിങ്ങൾ പഠിച്ചല്ലേ പോളിമറൈസേഷനിൽ? ഓക്കെ, സോ A എന്ന് പറയുന്നത് വീനൈൽ ക്ലോറൈഡ് ആണ്. ദിസ് വൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ത് റിയാക്ഷൻ ആണ്? അഡീഷൻ ആണ്. കണ്ടോ, ഇവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഹൈഡ്രജൻ ക്ലോറിൻ വന്ന് ഇവിടെ ആഡ് ചെയ്തു. സോ ദിസ് ഈസ് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ തന്നെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. Na, അത് A നമുക്ക് പറയാട്ടോ. Na ഗീസ് B. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ. ഇപ്പൊ A നമുക്ക് നിലവിൽ അറിയാം, വീനൈൽ ക്ലോറൈഡ് ആണ്. എന്താണത്? A നമ്മളിപ്പോ കണ്ടുപിടിച്ചതാണ്. CH2 ഡബിൾ ബോണ്ട് CHCl. ഇത് നമുക്ക് അറിയാം. അത് N എന്ന് പറയുമ്പോൾ N ടൈംസ് അത് ചേർന്നിട്ട് B ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണമല്ലോ. N CH2 ഡബിൾ ബോണ്ട് CH നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചത്, Cl. എന്നിട്ട് B ഉണ്ടായി. സോ B എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നത്? പോളിമറൈസേഷൻ നടക്കണം മക്കളെ. ഇത് അങ്ങനെ തന്നെ എടുത്ത് എഴുതി ഡബിൾ ബോണ്ട് ഒഴിവാക്കും. സോ CH2 സിംഗിൾ ബോണ്ട് CHCl. ദെൻ ഒരു ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, ദെൻ ഇവിടെ ഒരു വര വരയ്ക്കും. ദെൻ ഇവിടെ N എഴുതാം. അപ്പൊ ഇത് വീനൈൽ ക്ലോറൈഡ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? പോളി വീനൈൽ ക്ലോറൈഡ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഇതിന്റെ ശരിക്കുള്ള പേരെന്താ? ക്ലോറിൻ ഇവിടെ വന്നു അല്ലെ. ഇത് എന്താ? 2 കാർബൺ ആണ്. അപ്പൊ എന്താണ്? എത്ത്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? ENE. ഓക്കെ, ക്ലോറിൻ വന്നുകൊണ്ട് ക്ലോറോ ആണോ? ക്ലോറോ ഈതി. അപ്പൊ ക്ലോറിൻ ഒന്നാമത്തെ 1 ക്ലോറോ ഈതി എന്ന് പറയും. പക്ഷെ നമ്മൾ ഇതിനെ വീനൈൽ ക്ലോറൈഡ് എന്നാണ് പറയുക കോമൺ ആയിട്ട്. സോ ഇതിന്റെ പോളിമർ വരുമ്പോൾ പോളി വീനൈൽ ക്ലോറൈഡ്. ഈ റിയാക്ഷന്റെ പേരെന്താ? പോളിമറൈസേഷൻ. കണ്ടോ? അപ്പൊ ചോദ്യങ്ങൾ വന്നേക്കണ കണ്ടോ? കാണുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റണം കേട്ടോ. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഇനി അതിന്റെ പേര് എഴുതി, കാറ്റഗറിയും എഴുതി. ഇനി അടുത്ത ചോദ്യം വരുന്നത് കോട്ട് ഇന്നർ സർഫസ് ഓഫ് ദ കുക്ക് വെയർ. അതായത് നമ്മുടെ കുക്ക് വെയറിന്റെ ഇന്നർ സർഫസിൽ, പാത്രങ്ങളുടെ ഉള്ളിൽ നമ്മൾ എന്തായിരിക്കും എഴുതാന്ന് വെച്ചിട്ട് 3-4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ. നമ്മുടെ പോളിമറൈസേഷൻ ചാപ്റ്റർ കണ്ട കുട്ടികൾക്ക് അറിയാം, പാർട്ട് അറിയാം ടെഫ്ലോൺ ആണ് അല്ലെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ ടെഫ്ലോൺ ആണ്. അടുത്തത് മോണോമർ ഓഫ് ദിസ് പോളിമർ. അപ്പൊ ഈ പോളിമറിന്റെ മോണോമർ എഴുതാം. അതായത് ടെഫ്ലോണിന്റെ മോണോമർ എഴുതാനായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഓർമ്മയുണ്ടോ? ടെഫ്ലോൺ. അതിന് സാറ് നിങ്ങൾക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്, TFE എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഇതാണ് അതിന്റെ മോണോമർ. ഈ T എന്ത് ഉദ്ദേശിക്കുന്നത്? ടെട്രാ. F എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലൂറോ. E എന്താ ഉദ്ദേശിക്കുന്നത്? ഈഥേൻ. മനസ്സിലായോ? ഈതി. ഓക്കെ, അപ്പൊ ടെട്രാ ഫ്ലൂറോ ഈതി എന്നാണ് ഇതിന്റെ മോണോമറിന്റെ പേര്. അത് എഴുതി വെക്കട്ടെ. അടുത്തത് വിച്ച് അമോങ് ദ
കണ്ടൻസേഷൻ പോളിമർ. നമുക്ക് കുറച്ച് പോളിമർ തന്നിട്ട് അതിനകത്ത് കണ്ടൻസേഷൻ പോളിമർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നൈലോൺ 66 കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ. അതാണ് കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമറിന്റെ പ്രത്യേകത എന്താണ്? ആ പോളിമർ ഉണ്ടാവുന്നത് വേറെ രണ്ട് മോണോമർ, വ്യത്യസ്തമായ രണ്ട് മോണോമർ ചേർന്നിട്ടായിരിക്കും. കൂടെ നമുക്ക് ഒരു ബൈ പ്രോഡക്റ്റ് കൂടി ഉണ്ടാവും. അത് നൈലോൺ 66 ആണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. സോ നൈലോൺ 66 നന്നായിട്ട് പഠിച്ചു നോക്കാണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലുണ്ടോ. അപ്പോൾ കണ്ടൻസേഷൻ പോളിമർ എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 2 കാണാം, നന്നായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ ആൻസർ വരുന്നത്. 5ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് നൈലോൺ 66 ആണ്. ഓക്കെ, അതിനകത്ത് ചോദിച്ചിരിക്കുന്ന മറ്റേ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൈലോൺ 66 ആണല്ലോ ഇതിന്റെ ആൻസർ. അതിന്റെ മോണോമറിന്റെ പേര് എഴുതാനാണ് ചോദിച്ചത്. 2 മോണോമർ ശരി, ടഫാണ്, കാണാപ്പാടം പഠിക്കണം, അല്ലാണ്ട് എഴുതാൻ പറ്റില്ല. അതിന്റെ സ്ട്രക്ചർ സാറ് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് സാറ് നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കേസിൽ CH2 ഇതാണ് 2 എന്നും, സോറി 2 അല്ല 4 എന്നും, രണ്ടാമത്തെ കേസിൽ CH2 6 എന്നും എഴുതാൻ പറഞ്ഞു. ഇവിടെ COH. ഓക്കെ, ആൻഡ് ഹിയർ NH2. ഇതിന്റെ പേര് നിങ്ങൾ കാണാപ്പുറം പഠിക്കാൻ നേരമില്ല. അഡിപ്പിക് ആസിഡ്. ഓക്കെ, ഇത് അഡിപ്പിക് ആസിഡ് ആണ്. ക്ലിയർ? ഇതിന്റെ പേര് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 6 വരുന്നത് ഹെക്സ് എഴുതാ. പിന്നെ ഒരു കാർബൺ കൊണ്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വേർഡ് മെത്താണ്. പിന്നെ വൈയിൽ ചേർക്കണം എന്നുള്ളത് ഓർക്കാം. പിന്നെ ഇവിടെ ENE അത്ര കിട്ടിയില്ലേ? 2 പേര് ഇവിടെ ഉണ്ട്. അപ്പൊ ഉണ്ടായി. ഇതിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക, അമാൻ. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ റെഫർ ചെയ്യുള്ളൂ കേട്ടോ. ഹെക്സാമീഥൈൽ ഡൈഅമൈനും പിന്നെ അഡിപ്പിക് ആസിഡ്. ഇതാണ് ഇതിന്റെ രണ്ടിന്റെ പേരെന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെസൺ. സോ നിങ്ങൾ തന്ന ഹെൽപ്പാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ സാറിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക. 29 rupees പെർ മന്താണ് അതിന്റെ ചാർജ് വരുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്നാലും ജോയിൻ ചെയ്താലും ഇല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റുകളെല്ലാം ഫ്രീ ആയിരിക്കും. പക്ഷെ ഒരു ബെനിഫിറ്റ്, നേരത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ചില വീഡിയോസ് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചാൽ നേരത്തെ കാണാൻ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 29 രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം നിങ്ങൾ ചിലവാക്കി മാസം തരണമെങ്കിൽ ഒരു 10 മാസം 290 300 രൂപ വരില്ല ഒരു വർഷത്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, അതില്ലാത്തവർ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല സാർ, ഞങ്ങൾ വീഡിയോ കണ്ട് നോക്കണം, എന്നാൽ നിങ്ങൾ ഒരു ലൈക്കെങ്കിലും തന്നെ ഒരു ഷെയർ ചെയ്ത് എന്തെങ്കിലും ഒരു കമന്റ്, നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം, നെഗറ്റീവ് കമന്റ് നോ പ്രോബ്ലം, ഇട്ടതിന് ശേഷം ഒരു ഫ്രണ്ടിനെങ്കിലും ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്ത് സാറിനെ സപ്പോർട്ട് ചെയ്യണം. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.